നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ചാപ്റ്റർ 11 കീപ്പിംഗ് ദ സ്കൈസ് എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു. കീപ്പിംഗ് ടൈം ദ സ്കൈസ് എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു. ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഫേസസ് ഓഫ് എർത്ത് അല്ല മൂൺ, ഫേസസ് ഓഫ് മൂൺ ആണ് ഫസ്റ്റ് പഠിച്ചത്. എന്താണ്, നമുക്ക് എർത്തിൽ നിന്ന് നോക്കുമ്പോൾ മൂണിൻ്റെ ആ ലൈറ്റുള്ള പോർഷനില്ലേ അതിങ്ങനെ ചേഞ്ച് ആവുന്നതിനെയാണ് നമ്മൾ ഫേസസ് ഓഫ് മൂൺ എന്ന് വിളിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളായിരുന്നു ന്യൂ മൂണ്, ഫുൾ മൂണ്, അതുപോലെ ഗിബ്ബസ് പഠിച്ചു, ക്രസന്റ് പഠിച്ചു, ഹാഫ് മൂൺ പഠിച്ചു, വാക്സിങ്ങും വെയിനിങ്ങും പഠിച്ചു. ഇതൊക്കെയായിരുന്നു നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. അടുത്ത വിളിച്ചോ? ഋഗ്വേദ്. ഓക്കെ. क्या है? എടാ നീ ഇന്ന് എവിടെയാണ് ഇരിക്കുന്നത്? നിന്റെ ഓറ കാണുന്നില്ലല്ലോ. അമ്മ വീട്ടിലാണല്ലേ? ഓ ക്രിസ്മസ് ഒക്കെ അല്ലേ, അമ്മ വീട്ടിലേക്കാണ്. ഓക്കെ ഫൈൻ. സോ വാട്ട് ഈസ് എ ന്യൂ മൂൺ? കറണ്ട് ഇല്ലായിരുന്നു. എടാ ന്യൂ മൂൺ എന്താണ്? ന്യൂ മൂൺ അറിയണതാണല്ലോ പറയാൻ പറ്റുള്ളൂ. എടാ അവിടെ ആരെങ്കിലും വേറെ എന്തെങ്കിലും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? മ്യൂട്ട് ചെയ്താ നന്നായി. ആ ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. ഓക്കെ സോ കുഴപ്പമില്ല. ഇപ്പൊ തൽക്കാലം അടുത്ത വിളിച്ചേ. എടാ അങ്ങനെ ആരെങ്കിലും അടുത്ത് വേറെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഒന്നും നീങ്ങിയിരിക്കുക കേട്ടോ, മാറിയിരിക്കുക, വേറെ ഏതെങ്കിലും റൂമിലേക്ക് പോയല്ലോ ഇരിക്കുക കേട്ടോ. അത് വേണോ? വാട്ട് ഈസ് എ ന്യൂ മൂൺ? New moon is a phase of moon which happens once in a month where the moon is not visible. Very good, മിടുക്കൻ, അടിപൊളി അടിപൊളി, സൂപ്പർ, കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ യെസ്. അടുത്ത ആള് ദിയ. ദിയ ദിയ വാട്ട് ഈസ് ഫുൾ മൂൺ? The moon is not visible. ഫുൾ മൂണോ? ഗൈസ് ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈവനിങ് ക്ലാസ്, അതായത് ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നായിരിക്കും ഇരിക്കുന്നത്, കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വന്നായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ക്ലാസ് ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള രീതിക്ക് വേണം ഇരിക്കാനായിട്ട്. അതായത് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ സൗണ്ട് ഒന്നും വരാത്ത രീതിക്കുള്ളൊരു അറേഞ്ച്മെൻറ്റ് വേണം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അല്ലാതെ ഇങ്ങനെ വന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മര്യാദ കേൾക്കാനും പറ്റില്ല, നിങ്ങൾ പറയുന്ന റെസ്പോൺസ് എനിക്കും കിട്ടില്ല. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോവില്ല. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ തംസ് കാണിച്ചേ. ഇനി ഞാൻ ആരെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് വേറെ സൗണ്ട് ഒന്നും ഇങ്ങോട്ട് കേൾക്കരുത് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ യെസ്. അടുത്ത ആൾ വിളിച്ചോ? മിസ് എറിക്. എറിക് ഹായ്, ടെൽ മീ വാട്ട് ഈസ് എ ഫുൾ മൂൺ? What is a full moon? അടിപൊളി. That was a legendary answer. I appreciate that. What is a full moon? മൂൺ ഫുൾ ആയിട്ടുള്ള മൂൺ. എടാ ഫുൾ മൂൺ എന്ന് പറയുന്നത് മൂണിൻ്റെ എവിടെ യെസ്, ദ മൂൺ അപ്പിയേഴ്സ് ആസ് എ ഫുൾ ബ്രൈറ്റ് സർക്കിൾ. ഓക്കെ, ആ ബ്രൈറ്റ്നെസ് കംപ്ലീറ്റ് ആയിട്ടുള്ള ടൈമിനെയാണ് നമ്മൾ ഫുൾ മൂൺ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഒരു കംപ്ലീറ്റ് ബ്രൈറ്റ് സർക്കിൾ ആയിട്ട് മൂണിനെ കാണാൻ പറ്റുന്നതാണ് ഫുൾ മൂൺ എന്ന് വിളിക്കുന്നത്. ഓർ വി ക്യാൻ കോൾ ഇറ്റ് എസ് പൂർണിമ ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ നമ്മൾ അങ്ങനെ വിളിക്കും. ഓക്കെ, സോ അതിൻ്റെ പ്രോപ്പർ ഡെഫിനിഷൻസ് തന്നെ പഠിക്കുക. ന്യൂ മൂൺ എന്ന് പറയുന്നത് മൂൺ ഇൻവിസിബിൾ ആവുന്നത്, വിസിബിൾ ആവുന്നത്. മൂൺ വിസിബിൾ അല്ലാത്തതാണ് ന്യൂ മൂൺ എന്ന് പറയുന്നത്. ഫുൾ മൂൺ എന്ന് പറയുമ്പോൾ ആ ബ്രൈറ്റ്നെസ് കംപ്ലീറ്റ് സർക്കിൾ ആവുന്നതാണ് ഫുൾ മൂൺ എന്ന് പറയുന്നത്. ഓക്കെ ആണെങ്കിൽ തംസ് കാണിച്ചേ. ഓക്കെ, വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അത് ഇൻ ദ പ്രീവിയസ് ക്ലാസ്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് വെയിനിങ് പീരീഡും അതുപോലെ വാക്സിംഗ് പീരീഡുമാണ്. വെയിനിങ് പീരീഡ് വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് കൃഷ്ണപക്ഷ. ദെൻ അടുത്ത ആൾ വിളിച്ചു? മിസ് ഡാനിയൽ. യെസ് ഡാനിയൽ. വാക്സിംഗ് പീരീഡ് ഓഫ് മൂൺ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് ഇൻ ഇന്ത്യ. വെയിനിങ് പീരീഡ് നമ്മൾ വിളിക്കുന്ന കൃഷ്ണപക്ഷ. വാക്സിംഗ് പീരീഡ് നമ്മൾ ഇന്ത്യയിൽ വിളിക്കുന്ന വേറൊരു പേരുണ്ട്. എന്ത് പക്ഷയാണ്? അറിയില്ല. ഓക്കെ ഫൈൻ. അടുത്ത വിളിച്ച് ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലടാ ഡാനിയൽ? ഉണ്ടായില്ല. ഡാനിയൽ ഉണ്ടായില്ല.
എനിക്കൊരു അവനുള്ള പോലെ ഒരു ഓർമ്മ. റെക്കോർഡഡ് ക്ലാസ്സസ് കണ്ടായിരുന്നോ ഡാനിയൽ? വൈ? എന്താണ്? ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് എന്തായിരുന്നു മിസ്സേ? ഇറ്റ് വാസ് ലാസ്റ്റ് ട്യൂസ്ഡേ ഐ ഗസ് അല്ലേ? ആയിരിക്കണം. സോ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്തായാലും ഒരു 1 വീക്കോളം ആയിട്ടുണ്ട് അല്ലേ? 1 വീക്കിനടുക്കെ ആയിട്ടുണ്ട്. സോ ഇത്രയും നാളായിട്ടും റെക്കോർഡ് ക്ലാസ് കണ്ടില്ല. ഇന്നത്തെ ക്ലാസ്സിൻ്റെ അവസരം വരെ കാത്തിരിക്കേണ്ട വന്നോ? എല്ലാവരോടും കൂടിയാണ് കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലായിരുന്നവർ 23-ാം തീയതി. സോ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞത് ഓൾമോസ്റ്റ് ഒരു വീക്കിന് മുന്നേ ആയിരുന്നു. സോ ഇത്രയും നാൾ വേണ്ടി വരേണ്ട ആവശ്യമില്ല ഒരു റെക്കോർഡ് ക്ലാസ് കാണാനായിട്ട് കേട്ടോ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ മാക്സിമം ഒരു നെക്സ്റ്റ് ഡേ തന്നെ ചോദിക്കാം. ഓക്കെ, വീഡിയോ കിട്ടുമ്പോൾ മാക്സിമം അപ്പം തന്നെ കാണാൻ ശ്രമിക്കാം. ഒരു 2 ദിവസത്തിനുള്ളിലെങ്കിലും മാക്സിമം കണ്ടുവയ്ക്കുക. ബിക്കോസ് നമുക്ക് ക്ലാസ്സസ് എപ്പോൾ വേണമെങ്കിലും വരാം. ബിക്കോസ് ബാക്കി പോർഷൻസ് ഒക്കെ കഴിഞ്ഞു. സോ ക്ലാസ്സസ് എപ്പോൾ വേണമെങ്കിലും വരാം. അതുകൊണ്ട് നേരത്തെ തന്നെ കണ്ടുവയ്ക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. സോ എനിക്ക് ഇത് ഇനി വീണ്ടും പറയേണ്ട അവസ്ഥ വരരുത്. ഐ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. അടുത്ത ആൾ വിളിച്ചു മിസ്. അവിടെ എന്തിനാടാ നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് പുതുതായിട്ടൊന്ന് ക്ലാസ് തുടങ്ങുമ്പോൾ എന്നെ കൊണ്ട് ഇത്രയും ഉപദേശിപ്പിക്കുന്നത്? അടുത്ത ആൾ വിളിച്ചു മിസ്. റേഹാൻ. ഓക്കെ, എടാ വാക്സിൻ പീരീഡിന് നമ്മൾ വിളിക്കുന്ന വേറെ പേരെന്താണ്? വാക്സിൻ. എടാ വേനിങ് പീരീഡിന് നമ്മൾ കൃഷ്ണപക്ഷ എന്ന് വിളിക്കും. വാക്സിൻ പീരീഡിനെ വിളിക്കുന്ന പേരെന്താ? അപ്പുറത്തെ പേജിലാണെന്നാ? അതെനിക്കറിയാം അപ്പുറത്തെ പേജിലാണെന്ന്. എടാ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇതെന്താ, നിങ്ങൾ എന്താണിത്? ഇന്ന് എക്സാമിനുള്ളത് പഠിച്ചിട്ടില്ല? ആരും പഠിച്ചിട്ടില്ല? എന്താണ് പെട്ടെന്നുള്ള ക്ലാസ് ആയതുകൊണ്ടാണോ പ്രശ്നം? ഏട്ടാ ഇവിടെ നിന്ന് ഒപ്പിച്ചിപ്പോ എനിക്ക് തോന്നി, സ്വാഭാവികം. ഓക്കെ, സോ വേനിങ് പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ദ പീരീഡ് വെൻ ദ ബ്രൈറ്റ് പാർട്ട് ഓഫ് ദ മൂൺ ഡിക്രീസസ്. മൂണിൻ്റെ ആ ബ്രൈറ്റ്നസ് ഇങ്ങനെ കുറഞ്ഞ് ന്യൂ മൂണിലേക്ക് പോകുന്നതിനെയാണ്. ഫുൾ മൂണിൽ നിന്ന് ന്യൂ മൂണിലേക്ക് പോകുന്ന ആ ഒരു ഡ്യൂറേഷൻ വിളിക്കുന്ന പേരാണ് വേനിങ് പീരീഡ്. കൃഷ്ണപക്ഷ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കൃഷ്ണപക്ഷ ഇൻ ഇന്ത്യ. ഇനി വാക്സിൻ പീരീഡ് ആണെങ്കിൽ നേരെ തിരിച്ചാണ്. അത് ബ്രൈറ്റ്നസ് ഇങ്ങനെ കൂടി വരികയാണ് അല്ലേ? അതായത് ന്യൂ മൂണിൽ നിന്ന് ഫുൾ മൂണിലേക്കുള്ള ആ ഒരു ദൂരമാണ് നമ്മുടെ വാക്സിൻ പീരീഡ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ശുക്ലപക്ഷ ഇൻ ഇന്ത്യ. ഓക്കെ, ആ അതർ നെയിം കൂടി ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പോഴും നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. വാക്സിൻ പീരീഡ് ശുക്ലപക്ഷ, വേനിങ് പീരീഡ് കൃഷ്ണപക്ഷ. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ തംസ് കാണിച്ചേടാ ഗൈസ്. പോരാ, ഉഷാറ് പോരാ. ഒന്ന് പവർ കാണിച്ചേ. ക്ലാസ് തുടങ്ങുമ്പോൾ പവർ എന്ത് നിങ്ങളുടെ പവർ? യെസ്, പവർ. എമി എന്ത് നിന്റെ പവർ? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ എമി? ഉണ്ടായിരുന്നു. തംസ് കാണിച്ചേ. കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഇല്ല, ഉണ്ടാവരുത് കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, സോ വാക്സിൻ പീരീഡ് പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു ഗിബസ് എന്ന് പറയുന്നത് മോർ ദാൻ ഹാഫ് ബട്ട് നോട്ട് ഫുള്ളി ഇലുമിനേറ്റഡ് മൂൺ. അതായത് ഹാഫ് മൂണിനേക്കാളും കുറച്ചും കൂടെ ഉണ്ടായിരിക്കും, പക്ഷേ ഫുൾ മൂൺ ആയിരിക്കില്ല. അതിനെയാണ് ഗിബസ് എന്ന് വിളിക്കുന്നത്. ഇനി ക്രസൻറ്റ് എന്ന് വിളിക്കുന്നത് ഹാഫ് മൂണിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, ന്യൂ മൂൺ അല്ല, പക്ഷേ ഹാഫ് മൂണിനേക്കാളും കുറഞ്ഞ ഒരു ഇത് കവർ ചെയ്യുന്നതിനെയാണ് ക്രസൻറ്റ് മൂൺ എന്ന് വിളിക്കുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു മൂണിൻ്റെ ലൊക്കേഷൻസ്. മൂണിൻ്റെ ലൊക്കേഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായിരുന്നു വേനിങ് മൂണ് നമുക്ക് കാണാൻ പറ്റുന്നത് സൺറൈസിലാണ്, വാക്സിംഗ് മൂണ് കാണാൻ പറ്റുന്നത് സൺസെറ്റിലാണ്. വിളിച്ചു മിസ്സേ? അഭിനന്ദന. Where can we observe the waning moon? Sunset or sunrise? Waning moon, sunrise. Very good. Okay. അടുത്ത വിളിച്ചു. Yes, Adil. Hello. How many days are there in between a full moon and a new moon? 15. Okay. അത് പ്രോപ്പർ 15 അല്ല, ശരിക്കും പറ 30. എടാ റിഗ്വേദേ കണ്ടുപിടിച്ചേ. ഓക്കെ, സോ നിങ്ങളൊരു കാര്യം അറിയേണ്ടത്, നമ്മുടെ വെയിനിങ് പീരീഡ് വാക്സിൻ പീരീഡ് എന്ന് പറയുന്നത് ആക്ച്വലി 2 weeks ആണ്. ഓക്കെ, വെയിനിങ് പീരീഡും വാക്സിൻ പീരീഡ് എന്ന് പറയുന്നത് 2 weeks ആണ്. അത് എത്ര ഡേയ്സ് ആണ്? അടുത്ത ആൾ വിളിച്ചു മിസ്.
Alia, hi. Good evening. How was the Christmas? Good. Great. Okay. So, 2 weeks ആണ് വാക്സിംഗ് പീരീഡും വെയിനിങ് പീരീഡും വരുന്നത്. അത് എത്ര ഡേയ്സ് ആണ്? Like you're asking me how many days are 2 weeks? Yes. 14. days. Okay, very good. 14 days ആണ് നമ്മുടെ വാക്സിംഗ് പീരീഡും വെയിനിങ് പീരീഡും വരുന്നത്. സോ ഫുൾ മൂണും ഹാഫ് മൂണും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നതും എത്ര തന്നെയാണ്? 14 days ആണ്. ബട്ട് സംഹൗ അതിടക്ക് 15 ആവാറുണ്ട്. സോ നമുക്കത് 14 അല്ലെങ്കിൽ 15 ആണ് വരുന്നത് കേട്ടോ. സോ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു ക്വസ്റ്റ്യൻ വരെയാണ് വെയിനിങ് പീരീഡ് എത്രയാണ് വാക്സിൻ പീരീഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 weeks എഴുതാം, 14 days എഴുതാം. ഓക്കെ, പക്ഷെ ഇപ്പോൾ നിങ്ങളോട് പറയാണ് January 3rd എന്ന് പറയുന്നത് ഒരു ഫുൾ മൂണാണ്. January 3rd ഫുൾ മൂണാണ്. കോൾ അടുത്ത ആവശ്യം. Yes. എമി January 3rd, ഇപ്പോൾ January 3rd 2026 കാലണ്ടർ ഉണ്ടോ ആരെങ്കിലും വീട്ടിൽ? എല്ലാവരും വീട്ടിൽ കാലണ്ടർ ഇല്ലേ? ഇല്ലേ? ഓട്ടിപ്പോയി കാലണ്ടറിൽ നോക്കിയിട്ട് വന്നേ. നിങ്ങൾക്ക് 2026 കാലണ്ടർ കിട്ടിയിട്ടില്ലല്ലോ? കിട്ടിയാ? കുറച്ച് പേർക്ക് കിട്ടി. ഓക്കെ, കുഴപ്പമില്ല. 2025 കാലണ്ടർ ഉണ്ടാവുമല്ലോ. 2025 കാലണ്ടർ ഉണ്ടാവുമല്ലോ. എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. ഉണ്ടെങ്കിൽ തംസ് കാണിച്ചേ. 2025 കാലണ്ടർ എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ തംസ് കാണിക്കാം. ഇതിൽ നമ്മളിപ്പോൾ ഉള്ള മാസം ഏതാണ്? ഡിസംബറിൽ ഏതൊക്കെ ഡേയ്സ് ആയിരുന്നു ഫുൾ മൂൺ ഉണ്ടായിരുന്നത്, അതുപോലെ ന്യൂ മൂൺ ഉണ്ടായിരുന്നത്? വേഗം ഓടിപ്പോയി നോക്കിട്ടോ. ഒരു 10 seconds ടൈം. ടിക് ടിക് 10, ടിക് ടിക് 9, 10 seconds ടൈം. അതിനുള്ളിൽ വേഗം പോയി നോക്കിയിട്ടു. ആ 2025 ഡിസംബറിൽ ഏതൊക്കെ ഡേയ്സ് ആണ് ഫുൾ മൂൺ ഉണ്ടായിരുന്നത്, ഏതൊക്കെ ഡേയ്സ് ആണ് ന്യൂ മൂൺ ഉണ്ടായിരുന്നത്? കലണ്ടർ ഇല്ലാത്തവരാണ് ഇരിക്കുന്നവർ. ഗോകുല, നിന്റെ വീട്ടിൽ കലണ്ടർ ഇല്ലടാ? ഫൈൻ. അടുത്ത ആരാണ് ഇരിക്കുന്നത്? എമിയുടെ വീട്ടിൽ കലണ്ടർ ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരേക്ക് വീട്ടിലേക്ക് കലണ്ടർ അയച്ചു കൊടുക്കാം. എങ്ങനെയുണ്ട്? എത്തിയോ? എവിടെ? അതാരാത് മുകളില്? കർട്ടൻ മാത്രം, ഇപ്പുറത്ത് കസേര മാത്രം. ഋഷികയും അനന്യയും പ്ലീസ് കം ബാക്ക് പ്ലീസ്. അതുപോലെ ആദിൽ വരൂ, തിരിച്ചു വരൂ. വേദ് തിരിച്ചു വരൂ. ഇനഫ്, വരൂ. ഓക്കെ, വിളിച്ചോ. ഓക്കെ. എമിയുടെ വീട്ടിൽ കലണ്ടർ ഇല്ല. സോ എമീനെ വിളിച്ചിട്ട് കാര്യമില്ല. അടുത്ത വിളിച്ചോ. എമി വെയിറ്റ് സെക്, അടുത്ത വിളിച്ചോ. ഋഷിക. ഓക്കെ, ഈ മന്ത് നമ്മളിപ്പോൾ ഡിസംബർ മന്തിലാണ്. ഈ ഡിസംബർ മന്ത് ഏത് ഡേയിലായിരുന്നു ഫുൾ മൂൺ, ഏത് ഡേ ആയിരുന്നു ന്യൂ മൂൺ? ഫുൾ മൂൺ എന്നായിരുന്നു, ന്യൂ മൂൺ എന്നായിരുന്നു? നോക്കിയായിരുന്നോ കാലണ്ടറിൽ? നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, ഫോണിൽ നോക്കുകയാണല്ലോ. ഓക്കെ, നീ നോക്കപ്പോഴേക്കും നമുക്ക് അടുത്തോട് വയ്ക്കാം. വിനായക്. ഓക്കെ, ഈ മന്ത് എന്നായിരുന്നു ന്യൂ മൂൺ, എന്നായിരുന്നു ഫുൾ മൂൺ? 15 ഡിസംബർ 15 എന്തായിരുന്നു ന്യൂ മൂൺ? 15 ന്യൂ മൂൺ ആയിരുന്നു, 30 ഫുൾ മൂൺ ആയിരിക്കും അല്ലേ? അതായത് നാളെ അല്ലേ? നാളെ അല്ലേ മിസ്? നാളെയാണ് കേട്ടോ, നാളെയാണ് ഫുൾ മൂൺ. അപ്പം എല്ലാവരും നാളെ ആകാശത്ത് പോയി നോക്കണം കേട്ടോ. ആകാശത്ത് പോയി നോക്കണ്ട, വീടിൻ്റെ പുറത്തിറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്നോട് അടുത്ത ക്ലാസ്സിൽ പറയണം നിങ്ങൾ ചെക്ക് ചെയ്തോ ഇല്ല എന്നുള്ള കാര്യം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പറയണ്ട. നാളെയും നമുക്ക് തന്നെയായിരിക്കും മിക്കവാറും ക്ലാസ് വരുന്നത്. സോ എന്ത് ചെയ്യണം? നാളെ ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുന്നതിന് മുന്നേ അത് ചെക്ക് ചെയ്തിട്ട് വേണം ഇരിക്കാനായിട്ട്. സോ അടുത്ത വിളിച്ചു മിസ്. ഹരിനന്ദ.
ഇത് കറക്റ്റ് അല്ലേ? ഡിസംബർ 15th 30th അല്ലായിരുന്നോ? അടുത്ത ആള് അൻവിത ചെക്ക് ചെയ്തോ? ഡിസംബർ 15 30 ആയിരുന്നോ ഫുൾ മൂണും ന്യൂ മൂണും? ആയിരുന്നു. ഡിസംബർ 4th എന്തായിരുന്നു? ന്യൂ മൂൺ ആയിരുന്നു. ഡിസംബർ 4th എന്തായിരുന്നു? ന്യൂ മൂൺ ആയിരുന്നു. ഓക്കെ, പിന്നെ ഡിസംബർ 19th ഫുൾ മൂൺ. ഓക്കെ ആണോ? ഡിസംബർ അതല്ല ഞാൻ വീണ്ടും ചോദിച്ചത്. ആ, ന്യൂ മൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ ഫൈൻ. ഇല്ല, ചാറ്റിലും തെറ്റായിരുന്നു അല്ലേ? ചാറ്റിൽ തെറ്റല്ലായിരുന്നു. ന്യൂ മൂൺ കറക്റ്റ് ആണ്. ഓക്കെ. ഇനി തനുവിനെ കൂടി വിളിച്ചു. ഇത് കറക്റ്റ് ആണോ? ഇതും കറക്റ്റ് അല്ലേ? ഡിസംബർ 4th ഫുൾ മൂണും 19th ന്യൂ മൂണും. നമ്മളാ രണ്ടുപേരെയും അതുപോലെ എല്ലാവരെയും പറ്റിക്കാൻ ശ്രമിച്ച വിനായകനൊന്ന് വിളിച്ചേ. എടാ, ഞങ്ങൾ വിശ്വസിക്കുന്നു വിചാരിച്ചോടാ. വിനായകേ, എടാ ഇവര് പറയുന്നു ഡിസംബർ 4th ഫുൾ മൂൺ 19th ന്യൂ മൂൺ. അവരങ്ങനെ പറഞ്ഞോ മിസ്സേ? എന്നാ അത് സമ്മതിച്ചു കൊടുത്തോ? വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന്. ഓക്കെ ഫൈൻ, വാട്ട് എവർ. സോ ഡിസംബർ 4th ഫുൾ മൂൺ വന്നു കഴിഞ്ഞാൽ ഡിസംബർ 19th ന്യൂ മൂൺ വന്നു. അവർ തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് ഏകദേശം 15 days ആണല്ലേ? ഒരു 15 days ആണ് അവർ തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. സോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല 14 days ആണോ 15 days ആണോ എന്ന്. സോ ഇത് എങ്ങനെയായിരിക്കും വരാം? ഒന്നില്ലെങ്കിൽ 14 days ഡിഫറൻസ് വരും, അല്ലെങ്കിൽ 15 days ഡിഫറൻസ് വരും. ഓക്കെ ആണെങ്കിൽ തംസ് കാണിച്ചേ. പക്ഷെ നമ്മൾ പറയുമ്പോൾ 2 weeks ആണ്. ഓക്കെ, 2 weeks 14 days നമ്മൾ പറയുള്ളൂ. പക്ഷെ നമ്മൾ ഒരു ഡേറ്റ് പറയുമ്പോൾ ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് ഫുൾ മൂൺ 4th ആണെങ്കിൽ ന്യൂ മൂൺ എന്നായിരിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? 18th or 19th എന്ന് എഴുതാം. 18th അല്ലെങ്കിൽ 19th എഴുതാം. ബിക്കോസ് അത് ചിലപ്പോൾ 18th ആവാം, അല്ലെങ്കിൽ 19th ആവാം. ചിലപ്പോൾ 14 days ഡിഫറൻസ് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ 15 days ഡിഫറൻസ് വരാം. ഓക്കെ, അത് ഭൂമിയുടെ ആ ഒരു ഓർബിറ്റിൽ ഉണ്ടാവുന്ന ആ കറക്കം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത് കേട്ടോ. പറഞ്ഞ കാര്യം മനസ്സിലാക്കി ഒന്നുകൂടെ നമുക്ക് കാണിച്ചേ. അപ്പോൾ 18th or 19th എന്ന് കൊടുത്താൽ മതി. ഇനി ജാനുവരി, ഇനി നിങ്ങൾക്ക് അടുത്ത ന്യൂ മൂൺ വന്നത് എന്നായിരിക്കും? നെക്സ്റ്റ് ഇയർ ആയിരിക്കും, ജാനുവരിയിലായിരിക്കും. അടുത്ത ആൾ വിളിച്ചോ മിസ്. ജോഷുവ, നെക്സ്റ്റ് ന്യൂ മൂൺ ഇപ്പം നമുക്ക് ഡിസംബർ 4th ഫുൾ മൂൺ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഫുൾ മൂൺ വന്നത് എന്നായിരിക്കും? അടുത്ത മന്ത് 4th തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ജാനുവരി 3rd എന്ത് വരുന്നത്? ഇനി അടുത്ത ഫുൾ മൂൺ വരുന്നത്. ബിക്കോസ് ഡിസംബറിൽ നമുക്ക് 31 days ഉണ്ട്. ഓക്കെ, 31 days ഉണ്ട് അല്ലേ? അത് എല്ലാ മാസവും 31 days ആയിരിക്കുമോ? അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ മന്തും നമുക്ക് 31 days ഇല്ലെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. എല്ലാ മന്തും നമുക്ക് 31 days ഇല്ല. ഗോകുൽ ഇനി എഴുതണ്ട കേട്ടോ, മതി. ഓക്കെ, 31 days ഇല്ല. സോ അതനുസരിച്ചും ചേഞ്ച് വരാം, അതനുസരിച്ചും ചില ഡിഫറൻസ് കാണിക്കാം. ഓക്കെ, എക്സാമിന് ഇതുപോലെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ജാനുവരി 3rd എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത ന്യൂ മൂൺ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3+14 ചെയ്യാം, 3+15 ചെയ്യാം, 17 or 18. ഇതിലേതോ ഒരു ദിവസമായിരിക്കുള്ളൂ എന്ത് വരാം? നമ്മുടെ എന്തായിരിക്കും? ന്യൂ മൂൺ വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? ജാനുവരി 17 or 18 എന്ന് എഴുതിയാൽ മതി ആൻസർ. പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ തംസ്. ഓക്കെ, സെറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ഇനി മൂണിൻ്റെ ലൈറ്റ് എന്ന് പറയുന്നത് മൂണിൻ്റെ സ്വന്തം ലൈറ്റ് അല്ല, ഇറ്റ് ഈസ് എ റിഫ്ലക്ഷൻ അല്ലേ? റിഫ്ലക്ഷൻ ഫ്രം സണ്ണിൽ നിന്നുള്ള ലൈറ്റ് മൂണിൽ വന്നിട്ട് ഇറ്റ് ഈസ് 18. കറക്റ്റ് ആണ് കേട്ടോ. ആക്ച്വലി ജാനുവരി 18 നമ്മളുടെ എന്ത് വരുന്നത്? ന്യൂ മൂൺ ശരിക്കും വരുന്നത്. ബട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 17 അല്ലെങ്കിൽ 18 കൊടുക്കാം.
സോ മൂണിൻ്റെ ലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഓൺ ലൈറ്റ് അല്ല, ബട്ട് എന്താണ്, സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് എർത്തിലേക്ക് വരുന്ന ലൈറ്റ് ആണ് കേട്ടോ. സോ ആ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. അത് കറങ്ങുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇത് മൂവ് ചെയ്യുന്ന കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് കാണിച്ചേ. ഇങ്ങനെയാണ് ശരി. ഇത് ആക്ച്വലി ടെലസ്കോപ്പ് വഴി നമുക്ക് എന്താ പറയുക സ്റ്റാർ വാച്ചിങ്ങിലൂടെ നമുക്ക് കിട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ. അത് നമുക്കിതുപോലെ പ്രോപ്പറായിട്ട് ടെലസ്കോപ്പ് വെച്ചിട്ട് വീഡിയോ ഒക്കെ കിട്ടും. നന്നായിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റും വെതറും ടെമ്പറേച്ചറൊക്കെ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല വീഡിയോസ് കിട്ടും. ഓക്കെ, സോ ഇതിനകത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നമ്മുടെ മൂണിൻ്റെ സർഫസ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്മൂത്ത് സർഫസ് അല്ല, ഇറ്റ് ഈസ് എ റഫ് സർഫസ് അല്ലേ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സ്ഫെറിക്കൽ ഷേപ്പാണ്, സ്ഫിയർ ടൈപ്പ് ഷേപ്പാണ്. ഇതിന് സ്വന്തമായിട്ട് ലൈറ്റ് ഉണ്ടാക്കുന്നുണ്ടോ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് ലൈറ്റ് ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടോ? നോ അല്ലേ, ഇത് ലൈറ്റ് ഉണ്ടാക്കുന്നില്ല. ബട്ട് സണ്ണിൽ നിന്നുള്ള ലൈറ്റ് ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നു? ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ എർത്തിന് തരുന്നു. ദാറ്റ് ഈസ് ഹൗ വി ഗെറ്റ് ദ മൂൺ ലൈറ്റ്. ഓക്കെ ആണെങ്കിൽ ഒന്നുകൂടെ തംസ്. ഓക്കെ, വാട്ട്? ഓക്കെ, ഇനി ഇതുപോലെ അതായത് നമുക്ക് മൂണിൻ്റെ അപ്പിയറൻസ് ഇങ്ങനെ ചേഞ്ച് ആവുന്ന പോലെ തോന്നുന്നു അല്ലേ. കുറച്ച് എന്താ പറയുക, ചില ദിവസങ്ങൾ പകുതി മൂണായിരിക്കും, ചില സമയത്ത് ക്രസൻറ്റ് ആയിരിക്കും, ചില സമയത്ത് ഫുൾ മൂൺ ആയിരിക്കും. അപ്പിയറൻസ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? എന്താണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്? ഇറ്റ്സ് പൊസിഷൻ റിലേറ്റഡ് ടു എർത്ത് ആൻഡ് സൺ ഈസ് കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ് ആസ് ഇറ്റ് ഓർബിറ്റ്സ് അറൗണ്ട് എർത്ത്. എർത്തിൻ്റെ ചുറ്റിനും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എർത്തിനെയും മൂണിനെയും വെച്ച്, എർത്തിനെയും അതുപോലെ തന്നെ സണ്ണിനെയും വെച്ച് നമ്മുടെ മൂണിൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് വൈ വി സെൻസ് ദിസ് ചേഞ്ച് ഇൻ അപ്പിയറൻസ് അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ആ ഒരു അപ്പിയറൻസിൽ ചേഞ്ച് ഫീൽ ചെയ്യുന്നത്. അത് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഫുൾ മൂൺ ആയിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും ന്യൂ മൂൺ ആയിരിക്കും, എപ്പോഴും ക്രസൻറ്റ് ആയിരിക്കും. പക്ഷേ ഇതെന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ എന്താ പറയുക, എന്തായിരുന്നു, പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താണ് പല ടൈപ്പ് അപ്പിയറൻസിൽ കാണാൻ പറ്റും. ഓക്കെ ആണെങ്കിൽ തംസ്. ഒന്നുമില്ല, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. യെസ്, അതൊന്ന് വേഗം എഴുതിയെടുക്കാം കേട്ടോ. ഈ വർഷത്തെ ലാസ്റ്റ് ഹാഫ് മൂൺ ഇന്നലെ ആയിരുന്നു. അതുപോലെ തന്നെ ഈ വർഷത്തെ ലാസ്റ്റ് സൺഡേ ഇന്നലെ ആയിരുന്നു. യാ, ഇനി ഈ വർഷത്തെ ലാസ്റ്റ് മൺഡേ ഇന്നായിരിക്കും. ഫോർച്യുനേറ്റ്ലി അത് നമ്മുടെ ക്ലാസ് ആയി. അതെ, ഇനി നിങ്ങൾക്ക് അടുത്ത വർഷം വരുന്ന എല്ലാ മൺഡേസ് അടിപൊളിയായിരിക്കും. ഫാന്റാസ്റ്റിക്. ഇറ്റ് ഈസ് ഹാപ്പനിങ് നൗ. ഓക്കെ, എഴുതിയോ? ഗൂഗിൾ ഇറ്റ്. ഓക്കെ, ഓക്കെ, യെസ്. സോ എന്താണ് അപ്പിയറൻസ് മാറാനുള്ള റീസൺ വരുന്നത്? എർത്തിനെയും സണ്ണിനെയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മൂണിൻ്റെ പൊസിഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ദിസ് ഈസ് ഹൗ വി ഫീൽ ദാറ്റ് ചേഞ്ച് ഇൻ അപ്പിയറൻസ് കേട്ടോ. ഓക്കെ, ഇത് കണ്ടോ പോകുന്നുണ്ടോ? ആക്ച്വലി നമ്മൾ സണ്ണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, സണ്ണിൽ നമ്മൾ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. സണ്ണിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എർത്തിൻ്റെ പൊസിഷനും മാറുന്നുണ്ടല്ലേ. എർത്തിനും ചിലപ്പോൾ നമുക്ക് അപ്പിയറൻസ് മാറുന്നതായിട്ട് തോന്നും. അതുപോലെ എർത്തിൽ നിന്ന് മൂണിനെ നോക്കി കഴിയുമ്പോൾ മൂണിൻ്റെ അപ്പിയറൻസ് മാറുന്നു. ബിക്കോസ് മൂൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പൊസിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പൊസിഷൻ മാറുന്ന എല്ലാവർക്കും അപ്പിയറൻസ് മാറും. ഓക്കെ ആണെങ്കിൽ തംസ്. പൊസിഷൻ മാറുമ്പോൾ എല്ലാവരുടെയും അപ്പിയറൻസ് മാറും. ഓക്കെ ആണോ? ഇപ്പം ഞാനിവിടെ നിൽക്കുന്നു, നിങ്ങൾക്ക് ഈ ഒരു ആംഗിളിൽ എന്നെ കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ അപ്പിയറൻസ് ഇങ്ങനെ കാണുമ്പോൾ അപ്പിയറൻസ് ആയിരിക്കില്ല ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉള്ളത്. മാറിയില്ലേ? ഇപ്പോൾ കുറച്ചുകൂടെ ഭംഗി വന്നില്ലേ? അതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഇത് വെച്ചിട്ടൊരു മോഡൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഞാൻ ആ ഫിഗർ ഒന്ന് കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, നമ്മുടെ കയ്യിൽ ഒരു ചെറിയൊരു ഒരു ബോൾ എന്തെങ്കിലും പിടിച്ചിട്ട് എന്നിട്ട് അതിലേക്ക് ഒരു സൈഡിൽ നിന്ന് ഒരു ടോർച്ച് ലാമ്പ് വെച്ചിട്ട് ലൈറ്റ് കൊടുക്കുകയാണ്. അതായത് ആ ടോർച്ച് ലാമ്പ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഒരു ടോർച്ച് ലാമ്പ് കണ്ടോ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഫിഗറാണ്. ഈ ടോർച്ച് ലാമ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ലൈറ്റ്. നമുക്കത് നമ്മുടെ സണ്ണായിട്ട് എടുക്കാം. സൺ അവിടെ തന്നെ നിൽക്കുന്നു. ഇതാണ് നമ്മുടെ സണ്ണ്. നമ്മുടെ കയ്യിൽ നമ്മളൊരു സ്റ്റിക്കിൽ ഒരു ബോൾ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ ബോളിനെ നമ്മുടെ ചുറ്റിനിങ്ങനെ നമ്മൾ കറക്കിയെടുക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പൊസിഷൻ ഇങ്ങനെ. ഇപ്പം നമ്മളെന്ന് പറയുന്നത് എന്താണ്? അത് എർത്താണ്. നമ്മളെന്താണ്? എർത്താണ്, അല്ലെങ്കിൽ എർത്തിൽ നിൽക്കുന്ന ഒരാളാണ്. നമ്മൾ നമ്മുടെ കയ്യിൽ മൂണിനിങ്ങനെ പിടിച്ചിട്ട് മൂണിനിങ്ങനെ കറക്കി വിടുകയാണ്. ഇങ്ങനെ കറങ്ങി വരികയാണ്. അത് ഓരോ പൊസിഷൻ മാറുന്നതിനനുസരിച്ചും നമുക്ക് നമ്മുടെ എർത്തിൽ നിന്ന് നമുക്ക് മൂണിനെ കാണുന്ന അപ്പിയറൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പിയറൻസ് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. ആ അപ്പിയറൻസ് ആണ് ഈ താഴെ കാണുന്ന ഫിഗറിലുള്ളത്.
ഇതിൽ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് പൊസിഷൻ എ ആണ്. ഏതാണ് പൊസിഷൻ എ? വിളിച്ചോ. വേദ് ഉണ്ണികൃഷ്ണൻ. ഓക്കെ, യെസ് വേദ്. നമുക്ക് പൊസിഷൻ എ എന്ന് പറയുന്നത് ഇവിടെ ഫുൾ മൂൺ ആയിട്ട് കാണുന്ന ഡേ ആണ്. ഓക്കെ, ആ പൊസിഷൻ എ എന്ന് പറയുന്നത് എർത്തിന്റെ എവിടെയാണ് മൂൺ വരേണ്ടത്? എർത്തിന്റെ ഫ്രണ്ടിലാണോ അല്ലെങ്കിൽ ബാക്കിലാണോ? എവിടെയാണ് വരേണ്ടത്? ഇതാണ് എർത്ത്. ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും? ഫുൾ മൂൺ ആയിരിക്കും. ഓക്കെ, ഇവിടെ വരുമ്പോൾ എന്താണ്? ഫുൾ മൂൺ ആയിരിക്കും. മുന്നിലും ബാക്കിലും വന്നു കഴിഞ്ഞാൽ ഫുൾ മൂൺ ആയിരിക്കും. ഓക്കെ, അടുത്ത വിളിച്ചോ മിസ്. ഹന്ന. ഓക്കെ, ഹന്ന മുന്നിലും ബാക്കിലും വരുമ്പോൾ ഫുൾ മൂൺ ആയിരിക്കോ? ഏയ്, എനിക്ക് തോന്നുന്നില്ല മിസ്സേ. ഐ വാണ്ട് പ്രോപ്പർ ആൻസർ. മുന്നിൽ വരുമ്പോഴാണോ ബാക്കിൽ വരുമ്പോഴാണോ ഫുൾ മൂൺ? ഇത് മുന്നിൽ വരുമ്പോൾ ഉള്ളത് ഇ, ഇത് ബാക്കിൽ വരുമ്പോൾ ഉള്ളത് എ. എവിടെയാണ് ഫുൾ മൂൺ വരിക? എയിലാണോ ഇയിലാണോ? മുന്നിൽ വരുമ്പോൾ, അതായത് ഇയിലായിരിക്കും ഫുൾ മൂൺ വരുന്നത് അല്ലേ? ഓക്കെ ഓക്കെ, യെസ്. ഇതാണ് എർത്ത്. ഇത് എർത്ത്. ഓക്കെ ആണല്ലോ. ഇത് നമ്മുടെ കൊച്ചു മൂൺ. ഇത് മൂൺ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇത് നമ്മുടെ സണ്ണ്. സണ്ണിങ്ങനെ ജ്വലിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, സണ്ണ്. ഓക്കെ, സണ്ണിൽ നിന്നുള്ള ലൈറ്റ് ദേ ഇവിടെ നമ്മുടെ മൂണിൻ്റെ ഈ സൈഡിൽ വരികയാണ്. ഈ സൈഡിൽ, അതായത് ഈ സൈഡ് ഫുൾ എന്തായി? ബ്രൈറ്റായി. ഈ സൈഡ് എന്തായിരിക്കും? ഈ സൈഡ് എന്തായിരിക്കും? നല്ല ഡാർക്കായിരിക്കും. ഇവിടെ നിൽക്കുന്ന ഒരാൾ, നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണെന്ന് വിചാരിക്കാം, എർത്തിലിവിടെ നിൽക്കുന്ന ഒരാൾ, ആ ആൾക്ക് ഈ സൈഡിനെ ഡാർക്കായിട്ടല്ലേ കാണുള്ളൂ അല്ലേ? ലൈറ്റ് വരുന്നത് ഈ സൈഡിലേക്കാണ്. അപ്പോൾ ഈ സൈഡ് എന്താണ്? ഡാർക്കാണ്. ഇവിടെ നിൽക്കുന്ന ആൾക്ക് അപ്പോൾ ഇതെന്തായിരിക്കും? ഫുൾ മൂൺ ആണോ ന്യൂ മൂൺ ആണോ? വിളിച്ചോ, അടുത്ത വിളിച്ചോ. ഫുൾ മൂൺ ആണെങ്കിൽ കയ്യിൽ എഫ്, ന്യൂ മൂൺ ആണെങ്കിൽ കയ്യിൽ എൻ. ആ കറക്റ്റ് ആണല്ലോ. ഫുൾ മൂൺ ആണെങ്കിൽ എഫ്, ന്യൂ മൂൺ ആണെങ്കിൽ എൻ. എനിക്ക് അറിയേണ്ടത് ലൈറ്റ്, നമ്മുടെ സണ്ണിൽ നിന്നുള്ള ലൈറ്റ് ഇവിടെ വന്ന് വീഴുന്നു. ഈ സൈഡ് മൊത്തം ഡാർക്കാണ്. സോ നമുക്ക് അവിടെ ഫുൾ മൂൺ ആയിരിക്കോ ന്യൂ മൂൺ ആയിരിക്കോ? ന്യൂ മൂൺ ആണ്. ബിക്കോസ് നമ്മൾ കാണുന്ന സൈഡ് എന്താണ്? ഡാർക്കാണ്. ഇവിടെ നിന്ന് എത്ര ലൈറ്റ് അടിച്ച് വന്നു കഴിഞ്ഞാലും കാര്യമില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു മൂണിന് എപ്പോഴും ഫുൾ മൂൺ ആയിക്കോട്ടെ ന്യൂ മൂൺ ആയിക്കോട്ടെ, ഏത് സിറ്റുവേഷൻ ആണെങ്കിലും എപ്പോഴും ഒരു സൈഡ് ഫുള്ളി ബ്രൈറ്റഡ് ആയിരിക്കും, ഫുള്ളി ഇലുമിനേറ്റഡ് ആയിരിക്കും. ഓക്കെ, അതായത് ഇങ്ങനെ എങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞാലും ഒരു സൈഡിൽ എപ്പോഴും എന്തുണ്ട്? നമ്മുടെ സണ്ണിൽ നിന്നുള്ള ലൈറ്റ് കിട്ടുന്നുണ്ട്. അത് ഏത് സൈഡാണെന്ന് മാത്രമേ നമുക്ക് അറിയേണ്ട കാര്യമുള്ളൂ. അതായത് ഇവിടെ നമുക്ക് ന്യൂ മൂൺ ആണെങ്കിലും ഒരു സൈഡ് കംപ്ലീറ്റ്ലി ഇലുമിനേറ്റഡ് ആണ് അല്ലേ? ഒരു സൈഡിൽ കംപ്ലീറ്റ് ലൈറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മളുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്താണ്? ന്യൂ മൂൺ ആണ്, ഫുൾ മൂൺ അല്ല. ഓക്കെ, ഇനി നേരെ തിരിച്ച് ഇവിടെ വരുമ്പോഴെങ്ങനെയായിരിക്കും? ലൈറ്റ് കംപ്ലീറ്റ് കിട്ടുകയാണ് അല്ലേ? ലൈറ്റ് കംപ്ലീറ്റ് ഇവിടെ വന്ന് വീഴാണ്. ഈ സൈഡ് ഡാർക്ക് ആയിരിക്കും, പക്ഷേ ഈ സൈഡ് കംപ്ലീറ്റ് ലൈറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? ഫുൾ മൂൺ ആണോ ന്യൂ മൂൺ ആണോ? ഫുൾ മൂൺ ആണോ ന്യൂ മൂൺ ആണോ? പറ. എവിടെ? കയ്യിൽ എന്താ അത്? ഗൂഗിൾ, കോൾ ഗൂഗിൾ. എടാ ലൈറ്റ് ഫുള്ള് കണ്ടോ? ഇവിടെ നിന്നുള്ള ലൈറ്റ് ഫുള്ള് ഇത് ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ കാണുന്ന സൈഡ്, നമ്മളുടെ എർത്തിനെ വെച്ച് നോക്കി കഴിയുമ്പോൾ ഈ സൈഡിൽ നല്ല ലൈറ്റ് ഉണ്ട്. അപ്പോൾ അത് ഫുൾ മൂൺ ആണോ ന്യൂ മൂൺ ആണോ? ഫുൾ മൂൺ അല്ലേ? നീ എന്താ ന്യൂ മൂണും പിടിച്ചു വെച്ചിരുന്നത്? സോറി. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെയും കാണിച്ചു തരാം. കുറച്ച് കൺഫ്യൂഷൻ വരും നിങ്ങൾക്ക് ഈ ഫിഗർ കാണുമ്പോൾ. പക്ഷേ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടാനുമില്ല. അതുകൊണ്ട് അധികം കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് നമുക്ക് സണ്ണിൽ നിന്നുള്ള ലൈറ്റ് വരുന്നു. ഈ നിൽക്കുന്ന ചേച്ചി ഇല്ലേ, ഈ ചേച്ചിയാണ് നമ്മുടെ എർത്ത്. എർത്തിനിങ്ങനെ മൂഡ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ പൊസിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സണ്ണിൽ നിന്നുള്ള ലൈറ്റ് ഈ എന്ന പൊസിഷനിൽ വെച്ചിട്ട് മൂണിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ്? അവിടെ ന്യൂ മൂൺ ആണ്. ബിക്കോസ് അവിടെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. കാരണം ലൈറ്റ് മുഴുവൻ വരുന്നത് ഓപ്പോസിറ്റ് സൈഡാണ്.
പക്ഷേ എ എന്ന് പറയുന്ന പൊസിഷനിൽ എത്തുമ്പോൾ ലൈറ്റ് കംപ്ലീറ്റ് വരുന്നത് നമ്മൾ നിൽക്കുന്ന സൈഡാണ് അല്ലേ, ബാക്കിലോട്ടല്ല, നമ്മൾ നിൽക്കുന്ന സൈഡാണ് ലൈറ്റ് കംപ്ലീറ്റ് വരുന്നത്. സോ എ എന്ന പൊസിഷനിൽ ഫുൾ മൂൺ ആണ്, ഇ എന്ന പൊസിഷനിൽ നമുക്ക് ന്യൂ മൂൺ ആണ്. എയിൽ എങ്ങനെ ഫുൾ മൂൺ വന്നു, ഇയിൽ എങ്ങനെ ന്യൂ മൂൺ വന്നു എന്നുള്ള കാര്യം ക്ലിയർ ആണെങ്കിൽ മാത്രം ഒന്ന് തംസ് കാണിച്ചേ. എയിൽ എങ്ങനെ ഫുൾ മൂൺ വന്നു, ഇയിൽ എങ്ങനെ ന്യൂ മൂൺ വന്നു, ക്ലിയർ ആണെങ്കിൽ മാത്രം തംസ്. അഭിനന്ദന ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇവരോ റയാൻ, റെഹാൻ ഓക്കെ. റെഹാൻ ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ല, അപ്പോൾ വിളിച്ചോ. അവരുടെ ഡൗട്ട് എന്താ നോക്കാം. ഞാൻ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിലോ മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞുതരാം, നോക്കിക്കോ. ഇത് സണ്ണി എന്നുള്ള ലൈറ്റ്. ഈ നിൽക്കുന്ന ചേച്ചിയുണ്ടോ, ആ ചേച്ചിയാണ് നമ്മുടെ എർത്ത്. ഈ എർത്തിന്റെ ചുറ്റിന് മൂൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കറങ്ങിയിട്ട് പൊസിഷൻ മാറുന്നതാണ് നമ്മൾ എ ബി സി ഡി അങ്ങനെ ഓരോ പൊസിഷനാക്കി എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ സണ്ണി എന്നുള്ള ലൈറ്റ് ഇ എന്ന് പറയുന്ന പൊസിഷനിൽ എത്തുമ്പോൾ, സണ്ണി എന്നുള്ള ലൈറ്റ് ഇ എന്ന് പറയുന്ന പൊസിഷനിൽ എത്തുമ്പോൾ നമ്മൾക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് ഇവിടെ ലൈറ്റ് ഉള്ളത് അല്ലേ. മൂണിലേക്ക് ലൈറ്റ് വീഴുന്ന എവിടെയാണ്? നമ്മളിവിടെ നിൽക്കുന്നു, പക്ഷേ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിലാണ് സണ്ണി എന്നുള്ള ലൈറ്റ് വീഴുന്നത്. അപ്പം നമുക്ക് അവിടെ കാണാൻ പറ്റുമോ? മൂണ് തിളങ്ങി കാണാൻ പറ്റുമോ? ഇല്ല. നമുക്ക് നോക്കുമ്പോൾ അത് എന്തായിരിക്കും? ന്യൂ മൂൺ ആയിരിക്കും. പക്ഷെ എന്താ, അപ്പുറത്തെ സൈഡിൽ ലൈറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് നോക്കുമ്പോൾ എന്താണ്? ന്യൂ മൂൺ ആണ്. അതുകൊണ്ടാണ് ഇ എന്ന് പറയുന്ന പൊസിഷൻ എന്തായത്? ന്യൂ മൂൺ ആയത്. കണ്ട, അവിടെ ഒന്നുമില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല നമുക്ക്. ഓക്കെ, ഇനി എ എന്ന് പറയുന്ന പൊസിഷൻ നോക്കി, അവിടേക്ക് നന്നായിട്ട് സൺലൈറ്റ് വന്ന് വീഴുന്നുണ്ട് അല്ലേ, സൺലൈറ്റ് നന്നായിട്ട് വന്ന് വീഴുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കുന്ന പൊസിഷൻ എന്താണ്? അവിടെ ഫുൾ മൂൺ ആണോ ന്യൂ മൂൺ ആണോ? എയിൽ ഫുൾ മൂൺ ആണ്. കാരണം ലൈറ്റ് വീഴാത്തത് ബാക്ക് സൈഡാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ലൈറ്റ് കാണുന്നുണ്ട്. ഓക്കെ, സോ അതെന്തായിരിക്കും? അതൊരു ഫുൾ മൂൺ ആയിരിക്കും. ഇപ്പം സെറ്റ് ആണെങ്കിൽ ഒന്നുകൂടെ തംസ് കാണിക്കാം. പറഞ്ഞ കാര്യം സെറ്റ് ആണെങ്കിൽ ഒന്നുകൂടെ തംസ് കാണിക്കാം. ഡൗട്ട് ആർക്കായിരുന്നു മിസ്? കറക്റ്റ് ബാക്കിൽ വരുമ്പോൾ നമുക്ക് ഫുൾ മൂൺ ആയി. ഇതിനകത്തേക്ക് സണ്ണിന്റെ ലൈറ്റ് വന്നിട്ട് റിഫ്ലക്ട് ചെയ്തേ. എർത്തിന്റെ ബാക്കിൽ വെക്കുമ്പോ എർത്തിന്റെ എർത്ത് കാരണം എങ്ങനെ ലൈറ്റ് കിട്ടാം? എർത്തിന്റെ ഒരു കാര്യം അറിയേണ്ടത്, എർത്തിന്റെ എക്സാക്ട് ബാക്കിലായിരിക്കില്ല നമ്മുടെ മൂൺ വരുന്നത്. എങ്ങനെ വന്നു കഴിഞ്ഞാലും, അതായത് നോക്കിക്കോട്ടാ, ഇത്രയും വലുതാണ് സണ്ണ്. ഈ സണ്ണിനെ വെച്ചത് ഇത്ര ഉള്ളൂ നമ്മുടെ എർത്ത് എന്ന് പറയുന്നത്, അതിൻ്റെത് ഇത്ര ഉള്ളൂ മൂൺ എന്ന് പറയുന്നത്. ഇത്രയും വലിയ ലൈറ്റിനെ തടുക്കാനായിട്ട് നമ്മുടെ എർത്തിന് പറ്റും. അത്രയും വലിയ ലൈറ്റിനെ ഓവർകം ചെയ്തിട്ട് അങ്ങോട്ട് കടത്തി വിടാതിരിക്കാനായിട്ട് നമ്മുടെ എർത്തിന് പറ്റില്ല. മനസ്സിലായോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? എന്തായാലും ലൈറ്റ് ഈ സൈഡിലേക്ക് വരും, എങ്ങനെ വന്നാലും ഈ സൈഡിലേക്ക് വരും. മനസ്സിലായോ? ഓക്കെ. എക്ലിപ്സ് അതെന്താ സംഭവം എന്ന് വെച്ചാൽ, എക്ലിപ്സ് എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷൻ കേസാണ്. അവിടെ എക്സാക്ട് സ്ട്രെയിറ്റ് ലൈനിൽ നമ്മുടെ 3 പേരും വരും. ഞാൻ ഇവിടെ വരച്ചിട്ട് കാര്യമില്ല. എക്സാക്ട് സ്ട്രെയിറ്റ് ലൈനിൽ ഇവർ 3 പേരും വരും. 3 പേരും. നമുക്ക് എല്ലാ മാസവും ഫുൾ മൂൺ ഉണ്ട്, ന്യൂ മൂൺ ഉണ്ട്. പക്ഷെ നമുക്ക് എല്ലാ മാസവും എന്തില്ല? എക്ലിപ്സ് ഇല്ല. എക്ലിപ്സ് വരുന്നത് വളരെ റെയർ ആയിട്ടാണ്. കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ വന്നാൽ മാത്രമാണ് അത് എക്ലിപ്സ് ആവുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് മൂണ് അതിനിങ്ങനെ മറഞ്ഞു നിൽക്കുള്ളൂ. എർത്ത് മൂണിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് നിൽക്കുന്നത് എക്ലിപ്സിൽ മാത്രമാണ്. അത് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ വരണം, അത് എപ്പോഴും വരില്ല. എക്ലിപ്സ് നമ്മൾ വരുന്നുണ്ട്, അത് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ഒരു കാര്യം എന്താ അത് മുമ്പിൽ വരുമ്പോൾ അതെ, പക്ഷേ ഇത് മുമ്പിലാണ് വരുന്നത്. മുമ്പിൽ എപ്പോഴും ഡേ ടൈം ആയിരിക്കില്ലേ എന്ന് വെച്ചാൽ, ഇല്ലടാ, എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. പോയി എല്ലാം പോയി എന്നൊക്കെ എന്റെയും കളഞ്ഞു നീ. ഓക്കെ, എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പം നീ പറഞ്ഞെന്താണ്? നീ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ഇവിടെ സണ്ണുണ്ടല്ലോ. സണ്ണുണ്ടല്ലോ. മുമ്പില് മൂൺ വരുന്നല്ലേ പറഞ്ഞേ, അപ്പൊ ന്യൂ മൂൺ ആണെന്നല്ലേ പറഞ്ഞേ. ഓക്കെ, മുമ്പിൽ വരുമ്പോഴും ന്യൂ മൂൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ എർത്തിന്റെ മുമ്പില് സണ്ണിനെ ഫേസ് ചെയ്തിരുന്ന സൈഡിൽ അപ്പൊ രാവിലെ ആയിരിക്കില്ലേ, ഉച്ച സമയം. അത് ഞാൻ പറഞ്ഞുതരാം, അത് അടുത്ത ഫിഗറിൽ നിന്ന് എനിക്ക് മനസ്സിലാവും. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, അത് അടുത്ത ഫിഗറിൽ നിന്ന് സെറ്റ് ചെയ്ത് തരാം. അടുത്ത ഫിഗർ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഫിഗറാണ്. ഓക്കെ, സോ അതിനു മുമ്പ് നമുക്കൊരു കാര്യം കൂടി നോക്കാം. വാട്ട് ഡസ് ദിസ് മോഡൽ ഷോ? ഈ മോഡലിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? ഫുൾ മൂൺ എപ്പോഴായിരുന്നു? വെൻ ദ ബോൾ ഈസ് ഹെൽഡ് ഓപ്പോസിറ്റ് ദ ലാമ്പ്. ലാമ്പിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ബോൾ വന്നു കഴിഞ്ഞപ്പോൾ ദ സൈഡ് ഫേസിങ് യു ഈസ് ഫുള്ളി ലൈറ്റ്. അതായത് നമ്മളെ ഫേസ് ചെയ്യുന്ന സൈഡ് മൊത്തം കംപ്ലീറ്റ് തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കന്ന് ഫുൾ മൂൺ ആയിരിക്കും. സണ്ണിൻ്റെ ഓപ്പോസിറ്റ് മൂണ് വന്നാൽ ഫുൾ മൂൺ. പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ തംസ്. സണ്ണിൻ്റെ ഓപ്പോസിറ്റ് മൂൺ വന്നാൽ ഫുൾ മൂൺ. ഓക്കെ ആണെങ്കിൽ തംസ്. അതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം. സണ്ണിൻ്റെ ഓപ്പോസിറ്റ് മൂണ് വന്നാൽ ഫുൾ മൂൺ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ന്യൂ മൂൺ. വെൻ ദ ബോൾ ഈസ് ഹെൽഡ് ബിറ്റ്വീൻ യുവർ ഹെഡ് ആൻഡ് ദ ലാമ്പ്. അതായത് എർത്തിൻ്റെയും സണ്ണിൻ്റെയും ഇടയിലാണ് മൂണ് വരുന്നതെങ്കിൽ, അല്ലേ, നമ്മുടെ ഹെഡിൻ്റെയും ലാമ്പിൻ്റെയും ഇടയിൽ വരണം. അതായത് എർത്തിൻ്റെയും സണ്ണിൻ്റെയും ഇടയിലാണ് മൂണ് വരുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി എ ന്യൂ മൂൺ. അതങ്ങനെ തന്നെ എഴുതി വെച്ചോളൂ കേട്ടോ. എഴുതിക്കോളൂ. ഇഫ് ദ മൂൺ ഈസ് opposite to the sun, that will be a full moon. If the moon comes between earth and sun, it is a new moon. എഴുതി വെച്ചോ. അപ്പോൾ പെട്ടെന്ന് കിട്ടും, കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അതാണ് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് കിട്ടിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ അല്ലേ? രണ്ട് സെൻറ്റൻസും ഓക്കെ ആണെങ്കിൽ മാത്രം ഒന്ന് പവർ കാണിച്ചേ. രണ്ട് സെൻറ്റൻസും ഓക്കെ ആണ്. സണ്ണിൻ്റെ ഓപ്പോസിറ്റ് മൂൺ വന്നാൽ ഫുൾ മൂൺ, സണ്ണിനും എർത്തിനും ഇടയിൽ മൂണ് വന്നു കഴിഞ്ഞാൽ ന്യൂ മൂൺ. രണ്ടും ഓക്കെ ആണെങ്കിൽ പവർ. പവർ എവിടെ? പവർ മനസ്സിലാവാത്തവരാണോ ഈ പവർ കാണിക്കാതിരിക്കുന്നത്? അതിലെ ഓക്കെ ആണോ? ഋഗ്വേദ് ഓക്കെ ആണോ? റയാൻ ഓക്കെ ആണോ? എടാ, ഞാൻ അവിടെ വന്ന് ഇടിക്കോട്ടെ ഒക്കത്തിന്. ഞാൻ പിന്നെയും ഓരോരുത്തരുടെ പേരെടുത്ത് വിളിക്കേണ്ട അവസ്ഥയാണല്ലോ. വേദ ഓക്കെ ആണോടാ? വേദുണ്ണികൃഷ്ണൻ ഓക്കെ ആണോ? ഓക്കെ, യെസ്, ഫൈൻ, യെസ്. ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ ക്രസൻറ്റും അതുപോലെ ഗിബ്ബസ് സ്പേസസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അതിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ക്രസൻറ്റും ഗിബ്ബസും ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എക്സാക്റ്റ് റീസൺ ഫോർ ദ ഫേസസ്. ഫേസസ് എന്ന് പറയുന്നത് എന്താണ്? ഫേസസ് എന്ന് പറയുന്നത് നമ്മുടെ കുറേ ടൈം ആയല്ല. എന്താണ് മിസ് നമ്മൾ ഓർമ്മിപ്പിക്കാൻ? നമ്മൾ കുറേ നേരം അതിലിരിക്കുന്നത്. നമ്മളിങ്ങനെ ഇരുന്നിരുന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നടുവേദനയൊക്കെ എടുക്കും. സോ എന്ത് ചെയ്യാം? ഓൾ സ്റ്റാൻഡ് അപ്പ്. എന്നിട്ട് നമുക്ക് ഫേസസിൻ്റെ റീസൺ പഠിക്കാം. ഓൾ സ്റ്റാൻഡ് അപ്പ്. ഇലുമിനേറ്റഡ് അല്ലെങ്കിൽ ഹാഫ് ഡാർക്ക്. അറ്റ് എവറി മൊമെന്റ് ഹാഫ് ദ മൂൺ ഈസ് ലിറ്റ് ബൈ സൺലൈറ്റ് ആൻഡ് ഹാഫ് ഇൻ ഡാർക്ക്നെസ്. ഏത് മൊമെന്റ് എടുത്തു കഴിഞ്ഞാലും എപ്പോഴും നമ്മുടെ മൂണിൻ്റെ ഹാഫ് പോർഷൻ എന്താണ്? ലൈറ്റ് ഉണ്ടാകും. മൂണിൽ നിന്നുള്ള ലൈറ്റ് എപ്പോഴും ഒരു ഹാഫ് പോർഷനിൽ ഉണ്ടാകും. അതിൽ ഏത് പോർഷൻ നമ്മൾ കാണുന്നുള്ളതാണ് അവിടെ നമുക്ക് ഫുൾ മൂൺ ആണോ ന്യൂ മൂൺ ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, എപ്പോഴും ഒരു ഹാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബ്രൈറ്റ് ആയിരിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ തംസ്. എപ്പോഴും ഒരു ഹാഫ് ബ്രൈറ്റ് ആയിരിക്കും. പക്ഷെ നമ്മുടെ എർത്തിൻ്റെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് കാണുന്നതാണ് വ്യത്യാസം വരുന്നത് കേട്ടോ. ഇനി മൂണിൻ്റെ റെവല്യൂഷൻ നോക്കാം. ആസ് ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്, ദ ആംഗിൾ ബിറ്റ്വീൻ എർത്ത്, മൂൺ ആൻഡ് സൺ ചേഞ്ചസ്. മൂണിങ്ങനെ എർത്തിൻ്റെ ചുറ്റിങ്ങനെ കറങ്ങുന്നതിനനുസരിച്ചിട്ട് ഓരോ ടൈമിലും ആംഗിൾ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ സണ്ണും എർത്തും മൂണൊക്കെ തമ്മിലുള്ള ഒരു റിലേറ്റീവ് ആംഗിൾ എന്ന് പറയുന്നത് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ദ പാർട്ട് ഓഫ് ദ മൂൺ വി സീ ആസ് ബ്രൈറ്റ് ചേഞ്ചസ് അക്കോർഡിംഗ്ലി. അതുകൊണ്ട് നമ്മൾ കാണുന്ന ബ്രൈറ്റ് പോർഷനും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആംഗിൾ ചേഞ്ച് ആവുന്നു, അതിനനുസരിച്ച് നമ്മൾ കാണുന്ന ബ്രൈറ്റ് പോർഷനും ചേഞ്ച് ആവുന്നു. ക്ലിയർ ആണെങ്കിൽ തംസ്. ജോഷുവ ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്.
എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമാണ് എല്ലാ പോയിന്റ്സും മര്യാദക്ക് കിട്ടുള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ എങ്ങനെ തെറ്റിപ്പോയാൽ അതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുന്നില്ല എന്നാണ്. ഓക്കെ മിസ് ഒരാളെ വിളിച്ച്. ജോയൽ. ആ ജോയൽ ഓക്കെ. എടാ ഫുൾ മൂൺ ഇല്ലേ, ഫുൾ മൂൺ അത് നമ്മളുടെ മൂൺ ബാക്കിൽ വരുമ്പോഴാണോ, ഓപ്പോസിറ്റ് വരുമ്പോഴാണോ, അല്ലെങ്കിൽ എർത്തിൻ്റെയും സണ്ണിൻ്റെ ഇടയിൽ വരുമ്പോഴാണോ? ഇടയിൽ വരുമ്പോഴെന്താണ്? ഫുൾ മൂൺ. ആദ്യത്തെ ഇമ്പോസിഷൻ അവൻ എന്നെ കൊടുക്കാതെ. മിസ്സിന് ഓർമ്മയുണ്ടോ? എടാ മിസ്സിന് ഓർമ്മയുണ്ട്, നിനക്ക് ഓർമ്മയില്ലേ? ഉറപ്പിച്ച ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ, സണ്ണിന്റെ ഓപ്പോസിറ്റ് മൂൺ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഫുൾ മൂൺ ആയിരിക്കും. സണ്ണിന്റെയും എർത്തിന്റെയും ഇടയിൽ മൂൺ വന്നാൽ യെസ്, ഓപ്പോസിറ്റ് വരുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആ ലൈറ്റ് ഉള്ള ഭാഗം കാണാൻ പറ്റും. പക്ഷെ ഇവരുടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ലൈറ്റ് ഇവിടെ നിന്ന് അടിക്കും, പക്ഷെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഡാർക്ക്നെസ് ആയിരിക്കും. ഓക്കെ അല്ലേ? മാറിപ്പോവരുത്. ഓക്കെ യെസ്. ഒരാൾ കൂടി. അനന്യ. ഓക്കെ യെസ്. സോ ഞാൻ എന്താ ചോദിക്കാൻ വന്നത്? ഇവിടെ കണ്ടപ്പോൾ അത് മറന്നുവല്ല. ഓക്കെ ഞാൻ എഴുതാം. ഇത് മൂണ്, ഇത് എർത്ത്, ഇത് സണ്ണ്. ഇത് എർത്ത്, ഇത് മൂണ്, ഇത് സണ്ണ്. ഫിഗർ 1, ഫിഗർ 2. ഏത് ഫിഗറിലാണ് ന്യൂ മൂൺ? അറിയാവുന്നവർ കയ്യിൽ നിങ്ങൾ ആൻസർ പിടിച്ചു വെച്ചോട്ടോ. ആൻസർ കിട്ടിയവരൊക്കെ കയ്യിൽ പിടിച്ചു വെച്ചോളൂ. ഏത് ഫിഗറിലാണ്? നീ കയ്യിൽ പിടിച്ചാലും മതി അനന്യ, ആൻസർ കയ്യിൽ കാണിച്ചാലും. ഓക്കെ ഫൈൻ. യെസ്, സെക്കൻഡ് ഫിഗറിലാണ് നമുക്ക് എന്ത് വരുന്നത്? ന്യൂ മൂൺ വരുന്നത്. കാരണം ഇവിടെ നിന്നുള്ള ലൈറ്റ് മൊത്തം ഈ സൈഡായിരിക്കും വരുന്നത്. എർത്തിൽ നിന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും ഉള്ളത്? നമുക്ക് അവിടെ ന്യൂ മൂൺ ആയിരിക്കും. ലൈറ്റ് ഒന്നും കാണാൻ പറ്റില്ല. ക്ലിയർ ആണെങ്കിൽ ഒന്നുകൂടെ തംസ്. അപ്പോൾ അതുവരെയും വളരെ ശരിയാണ്, അതുവരെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോൾ അതൊക്കെ മൈൻഡിൽ നിന്ന് കളയരുതട്ടാ. ഇത് വെച്ചിട്ട് വേണം ബാക്കി പഠിക്കാനായിട്ട്. ഓക്കെ ആണോ ഗൈസ്? കളഞ്ഞിട്ട് വരരുതട്ടാ റിഫ്രഷ് ചെയ്യാൻ പോകുമ്പോൾ. ഓക്കെ, സോ ഒരു ചെറിയ ബ്രേക്കാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ബൈ. ഓക്കെ ആണല്ലോ? സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഫേസിൻ്റെ നെയിംസും നമ്മൾ പറഞ്ഞു. ഇനി ആ ഫേസിൻ്റെ റീസണും നമ്മൾ പറഞ്ഞു അല്ലേ. ക്രസൻറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഹാഫ് ഇലുമിനേറ്റഡ് ആണ്. ഗിബസ് എന്ന് പറയുന്നത് മോർ ദാൻ ഹാഫ് ഇലുമിനേറ്റഡ് ആണ്. ഫുൾ മൂൺ എന്ന് പറയുന്നത് ഹോൾ ഫേസ് ഇലുമിനേറ്റഡ് ആണ്. ന്യൂ മൂൺ എന്ന് പറയുന്നത് നോ ഇലുമിനേറ്റഡ് പാർട്ട് വിസിബിൾ. ജസ്റ്റ് അതുകൂടി ഒന്ന് എഴുതി വെക്കാം. നമുക്ക് ഓൾറെഡി നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻസ് പഠിച്ചതാണ്. വേണമെങ്കിൽ ഇതുകൂടി ഒന്ന് എഴുതാം കേട്ടോ. ഒരാൾ വിളിച്ചു. യെസ് വാട്ട് കുछ नहीं, अब जाओ അടുത്ത ആൾ. Okay, what is crescent moon? Less than half. Very good. അത്രേ ഉള്ളൂ. കറക്റ്റ് ആണ്. ലെസ് ദാൻ ഹാഫ് ഇലുമിനേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ക്രസന്റ് മൂൺ എന്ന് വിളിക്കുന്നത്. മോർ ദാൻ ഹാഫ് ആണെങ്കിൽ എന്ത് പേര് കൊടുക്കാം? യെസ്, വെരി ഗുഡ്. അടുത്ത ആള്. With. Which is your favorite subject? Favorite subject science. Really? സയൻസ് ആണോ ഫേവറേറ്റ് സബ്ജക്റ്റ്? നിനക്ക് ഇന്നത്തെ എക്സാമിന് 2 മാർക്ക് ബോണസ്. ചുമ്മാ പറഞ്ഞാ കേട്ടോ. സയൻസ് ഫേവറേറ്റ് ആയിട്ടുള്ളവർ എല്ലാവരും എൻ്റെയും ഫേവറേറ്റ് ആണ് കേട്ടോ. എല്ലാവരും എൻ്റെ ഫേവറേറ്റ് ആണ്. എല്ലാവരും അടിപൊളിയാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും താല്പര്യങ്ങളായിരിക്കും. ബട്ട് സയൻസ് ഫേവറേറ്റ് ആയത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മാത്സ് ഫേവറേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് വേവ് ചെയ്തേ. മാത്സ് എന്ന് വെച്ചാൽ ജീവനാണ്. എൻ്റെ ജീവിതം കണക്കാണ്. അല്ല, അങ്ങനെയല്ല, എൻ്റെ ജീവിതം മാത്സിലാണ് എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും? അതെ, യെസ്. ഗൂഗിളിൽ നിനക്ക് മാത്സ് ആണ് ഫേവറേറ്റ്? ശരി, നിനക്ക് ഫിസിക്സ് ആയിരിക്കും വിചാരിച്ചു ഞാൻ. കുറേ പേരുണ്ട്. ഓക്കെ, യെസ്, സൂപ്പർ. ഞാനും നിങ്ങളെപ്പോലെ ആയിരുന്നു. മാത്സ് ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് ടിൽ +2 ആവുന്നേക്ക് വരെ. +2 ആയി കഴിയുമ്പോൾ നമുക്ക് ആര് വന്നു? ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ. പിന്നെ നമുക്ക് ഈ എക്സ് എന്ന് പറയുന്ന ആളെ കാണുന്നത് തന്നെ അതന്നെ പ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി പോയി. പിന്നെ ആര് വന്നു? തീറ്റ വന്നു. ടാൻ തീറ്റ, സൈൻ തീറ്റ, കോസ് തീറ്റ, കൊസിക് തീറ്റ, സീക് തീറ്റ, അങ്ങനെ ഒരുപാട് പേര് വന്നു. അപ്പോൾ പിന്നെ നമ്മൾ മാത്സിന് എന്തായി? വെറുത്തു തുടങ്ങി. ഓക്കെ, പക്ഷെ എന്നാലും മാത്സ് പഠിക്കുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ കുറേ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അല്ലേ. സോ ഫ്യൂച്ചറിൽ ആരെങ്കിലും ഇനി മാത്സ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ
നിങ്ങളെല്ലാവരും സൂപ്പറായിരിക്കും. ഓക്കെ, സൂപ്പറായിരിക്കും. ഓക്കെ, യെസ്. Then the phases are caused by the changing fraction of the illuminated portion visible from the earth. അത് വേണ്ട, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഒന്ന് നോക്കാം, ഈ ഒരു ഫിഗർ നോക്കാം. കാണുമ്പോൾ തന്നെ തലറങ്ങുന്നുണ്ടല്ലേ, എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു, എന്തൊക്കെയോ കാണിച്ചിട്ടുള്ള ഫിഗർ, ഇതെന്താ സംഭവം അങ്ങനെ തോന്നും. വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം തന്നെ. ഇവിടെ നിന്ന് വരുന്നത്, ഈ സൈഡിൽ നിന്ന് വരുന്നത് നമ്മുടെ സൺലൈറ്റ് ആണ്, സണ്ണിലുള്ള റേസ് ആണ് വരുന്നത്. ഇത് നമ്മുടെ എർത്ത്. ഓക്കെ, ഇത് നമ്മുടെ എർത്ത്. മൂൺ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി കൺസിഡർ ദ പൊസിഷൻ എ ആസ് ഡേ 1. എ എന്ന് പറയുന്ന പൊസിഷൻ നമ്മൾ ഡേ 1 ആയിട്ട് കൺസിഡർ ചെയ്തു. ടെൽ മീ, ഈ എ എന്ന് പറയുന്ന പൊസിഷൻ ഫുൾ മൂൺ ആയിരിക്കോ ന്യൂ മൂൺ ആയിരിക്കോ? വിളിച്ചോ. ജീന. ബാക്കി എല്ലാവരും കയ്യിൽ പിടിച്ചോളൂ കേട്ടോ. എഫ് ആണോ എൻ ആണോ എന്നുള്ളത് കയ്യിൽ പിടിക്കുക ബാക്കി എല്ലാവരും. എ എന്ന് പറയുന്ന പൊസിഷൻ നമുക്ക് എർത്തിനെ വെച്ച് നോക്കുമ്പോൾ ഈസ് ഇറ്റ് എ ഫുൾ മൂൺ ഓർ ന്യൂ മൂൺ? ഫുൾ മൂൺ അല്ലേ? കാരണം സൺറേസിൽ നിന്ന് സണ്ണിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡാണ് നമ്മുടെ മൂൺ ഉള്ളത്. സോ അതെന്തായിരിക്കും? അതൊരു ഫുൾ മൂൺ ആയിരിക്കും. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ആള് ഋഷിക. ഓക്കെ, യെസ്. ഓക്കെ, ഋഷിക. പിന്നെ ഡേ 1 കഴിഞ്ഞു, നമുക്ക് ബി എന്ന് പറയുന്ന പൊസിഷനിലെത്തി. ഓക്കെ, ഇങ്ങനെ കറങ്ങി 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 ബി എന്ന് പറയുന്ന പൊസിഷനിലെത്തി. ഒരു ഡേ 4 ഒക്കെ ആയി, 4 ദിവസമൊക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഫുൾ മൂൺ മാറി. ഫുൾ മൂൺ ആയിരുന്നു, ഫുൾ മൂൺ മാറി ഇങ്ങനെ മാറി 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 ഒരു ഗിബ്ബസ് എത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഗിബ്ബസ് എത്തി. ഇനി ഡേ 8 ആയി കഴിയുമ്പോൾ നമ്മുടെ സി എന്ന് പറയുന്ന പൊസിഷൻ, അപ്പോൾ അത് എന്ത് മൂൺ ആയിരിക്കുള്ളൂ? ഗിബ്ബസ് ആയിരിക്കോ, ക്രസന്റ് ആയിരിക്കോ, ഹാഫ് മൂൺ ആയിരിക്കോ, എങ്ങനെയായിരിക്കും? ഹാഫ് മൂൺ ആയി. ഇനി അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി 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 ഡി എന്ന് പറയുന്ന പൊസിഷൻ എത്തി. അടുത്ത ആളോട് ജോമസ്. എമി. അയ്യോ സോറി എമി, ഇത്തവണ ഒന്നും ചോദിക്കാനില്ല. എമി, നമ്മൾ ഡി എന്ന് പറയുന്ന പൊസിഷൻ എത്തി. ഡിയിൽ എങ്ങനെയായിരിക്കും? ഹാഫ് മൂൺ ആണോ, ക്രസന്റ് ആണോ, ഗിബ്ബസ് ആണോ? ക്രസന്റ് ആണോ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അടുത്ത ആളെ വിളിച്ചോ മിസ്. ഹരിനന്ദ. ഇതിന് കേട്ടായിരുന്നു? ആൻസർ പറഞ്ഞായിരുന്നു, പക്ഷെ അവിടെ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടെങ്കിൽ വരെ കേൾക്കാൻ പറ്റില്ല. ഓക്കെ, എനിവേസ് അടുത്ത ആളൊന്ന് വിളിച്ചേ. വേദ്. നമ്മൾ ഇ എന്ന് പറയുന്ന പൊസിഷനിലെത്തി. അവിടെ എന്തായിരിക്കും? അവിടെ ഏതായിരിക്കും? ഫുൾ മൂൺ ആണോ, ന്യൂ മൂൺ ആണോ, ക്രസന്റ് ആണോ, ഹാഫ് മൂൺ ആണോ? ഇ എന്ന് പറയുന്ന പൊസിഷൻ ഇ ഹാഫ് മൂണോ? ഇവിടെ ഹാഫ് മൂൺ ആയിരുന്നു, ഇവിടെ എന്തായിരിക്കും? എന്താണ്? ഫുൾ മൂണാ? എർത്തിൻ്റെയും സണ്ണിൻ്റെയും ഇടയിലാണ് ഇവിടെ മൂൺ വന്നിട്ടുള്ളത്. സോ അതെന്തായിരിക്കും? ഫുൾ മൂൺ ആണോ, ഹാഫ് മൂൺ ആണോ? ഉറപ്പിച്ച്. എടാ, ഇവിടെ നിന്നാണ് സൺലൈറ്റ് വരുന്നത്. ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. സൺലൈറ്റ് ഇവിടെ നിന്ന് വരികയാണ്. സൺലൈറ്റ് മൂണിൻ്റെ ഈ സൈഡിലോട്ടാണ് വരുന്നത്. നമ്മൾ എർത്തിലല്ലേ ഉള്ളത്. നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അത് സൺലൈറ്റ് ഉള്ള സൈഡാണോ? മൂണിൻ്റെ സൺലൈറ്റ് ഉള്ള സൈഡാണോ? ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിവിടെ നിന്നാണ് മൂണിനെ നോക്കുന്നത്. ഓക്കെ, ഈ സൈഡിൽ നമുക്ക് എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ നിന്ന് സൺലൈറ്റ് വരുന്നു, ഈ സൈഡ് മൊത്തം ബ്രൈറ്റ് ആയി, ഫൈൻ. പക്ഷെ നമ്മൾ കാണുന്ന സൈഡ് എന്താണ്? ഡാർക്ക് അല്ലേ? ഡാർക്കാണ്. സോ നമുക്കത് എന്തായിരിക്കും? ന്യൂ മൂൺ ആയിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടെ, ഇപ്പോഴും പിടികിട്ടാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞുതരാം. സണ്ണിൻ്റെ ഓപ്പോസിറ്റ് ആണ് മൂണ് വരുന്നതെങ്കിൽ ഫുൾ മൂൺ. ജസ്റ്റ് മൈൻഡിലേക്ക് ഒന്ന് വേഗം ഒന്ന് പ്രോസസ്സ് ചെയ്ത് പ്രിന്റ് ചെയ്ത് കേട്ടാ. കാർത്തിക് ഇതുപോലെ ചെയ്യാനല്ല പറഞ്ഞത്, മൈൻഡിലേക്ക് കയറ്റാൻ. ഓക്കെ, സോ എന്താണ്? സണ്ണിൻ്റെ ഓപ്പോസിറ്റ് മൂണ് വന്നാൽ ഫുൾ മൂൺ. ഓക്കെ, എർത്തിൻ്റെയും സണ്ണിൻ്റെയും ഇടയിൽ, കണ്ടോ, എർത്തിൻ്റെയും സണ്ണിൻ്റെയും ഇടയിൽ മൂണ് വന്നാൽ ഇറ്റ് ഈസ് എ ന്യൂ മൂൺ. ഓക്കെ ആണോ? അത് പഠിക്കാനായിട്ട് ഞാനൊരു 1 മിനിറ്റ് ടൈം തരാം. 1 മിനിറ്റ്, ഒരേ 1 മിനിറ്റ്. അതിനുള്ളിൽ അത് വേഗം പഠിച്ചോളൂ കേട്ടോ. വേഗം 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 വേഗം. ഞാൻ ആരോട് ചോദിച്ചാലും പറഞ്ഞിട്ടുണ്ടാവണം.
ഞാൻ ഒരാളും തമ്മിൽ ഭയങ്കര ഐ കോണ്ടാക്റ്റ് ആണ്, ടെലിപ്പതി അടക്കണ്ട് ഇവിടെ. ഹെർ നെയിം സ്റ്റാർട്ട്സ് വിത്ത് എ ആൻഡ് എൻഡ്സ് വിത്ത് എ. നമുക്ക് അവളെ ഉണ്ടല്ലോ ഇവിടുന്ന് ഇങ്ങനെ കെട്ടിയാൽ മുഖം മൊത്തം മറച്ചു വെച്ചാലോ അവളെ. ഓക്കെ യെസ്, ആ വിളിച്ചോ മിസ്സേ വിളിച്ചോ. റേഹാൻ. അൺമ്യൂട്ട് പ്ലീസ് റൈഹാൻ. അൺമ്യൂട്ട് ആയില്ലടാ, വരുന്നില്ലേ? സംതിങ് ഫിഷി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഐ ക്യാൻ സെൻസ് സംതിങ് റോങ്. ഇപ്പൊ തൽക്കാലം അടുത്ത ഒരാൾ വിളിച്ച റൈഹാൻ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അടുത്ത വിളിച്ചു തനു. ഓക്കെ സൺ, എർത്ത്, മൂൺ. ഫുൾ മൂൺ ഓർ ന്യൂ മൂൺ? എന്താണ്? ഫുൾ മൂൺ. യെസ്, വെരി ഗുഡ്. അടുത്ത ആള് ആദിൽ. തനു പറഞ്ഞു ഇത് ഫുൾ മൂൺ ആണെന്ന്. ഉറപ്പാണോ? ആദിലെ തനു പറഞ്ഞു ഇത് ഈ സിറ്റുവേഷനിൽ നമുക്ക് ഫുൾ മൂൺ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് ഉറപ്പാണോ? ഉറപ്പാണ്. ബിക്കോസ് സണ്ണിന്റെ ഓപ്പോസിറ്റ് ആണ് ആര്? മൂൺ വന്നിരിക്കുന്നത്. വെരി ഗുഡ്. അടുത്തൊരാൾ വിളിച്ച്. എനിക്ക് ന്യൂ മൂൺ കിട്ടണം. ഇതിപ്പോ ഫുൾ മൂൺ ആണ്. എനിക്ക് ന്യൂ മൂൺ കിട്ടണം. ഞാൻ എന്ത് ചേഞ്ച് വരുത്തണം? അങ്ങനെ പിടിച്ചാൽ എടുത്തോണ്ട് വരാൻ പറ്റുന്ന ആളാണല്ലോ മൂണ്. പിന്നീട് മൂണിനെ പിടിച്ച്. ഓക്കെ ഫൈൻ. അപ്പൊ ഞാൻ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ സെറ്റായില്ലേ? സെറ്റായില്ലേ? ഒരു വായം വരച്ചു കൊടുക്കാം, ഫേസ് വരക്കാം. ഓക്കെ ഓക്കെ. സോ നമുക്കിപ്പോൾ എന്തായി? ഒരു ന്യൂ മൂൺ ആയി. അപ്പോൾ ആ പൊസിഷൻസ് ഒന്ന് ഓർത്തിരിക്കാം. ഞാനത് പഠിക്കാനായിട്ടൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഫുൾ മൂണിൽ മൂൺ, എർത്ത്, സണ്ണ്, MES. ഫുൾ മൂൺ MES. ന്യൂ മൂണിൽ എർത്ത്, മൂണ്, EMS. ഇത് ഓർക്കാൻ എന്ത് ചെയ്യും മിസ് ചെയ്യുന്നു? ഓക്കെ, അത് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ഇത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഓർക്കാം. ഫുൾ മൂണ് MES, മൂണിൽ സ്റ്റാർട്ട് ചെയ്യും. ഫുൾ മൂണാണ്. അപ്പോൾ മൂണാണ് മെയിൻ. ഓക്കെ, അപ്പോൾ എമ്മിൽ സ്റ്റാർട്ട് ചെയ്യാം. മൂണിൻ്റെ എമ്മിൽ സ്റ്റാർട്ട് ചെയ്യാം. ന്യൂ മൂണ്, അവിടെ മൂണ് മെയിൻ അല്ല അല്ലേ? മൂണ് ന്യൂ മൂണാണ്. അപ്പോൾ നമുക്ക് മെയിൻ അല്ല. സോ അവിടെ എർത്തിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി പൊസിഷൻ മാറില്ല എന്ന് ഉറപ്പുള്ളവരൊന്ന് പവർ കാണിച്ചേ. ഇല്ല മിസ്സേ, മാറില്ല. നമുക്ക് എങ്ങനെ വന്നാലും മാറില്ല. അതാണ്. യെസ്, ഐ ലവ് യു ഗൈസ്. ഓക്കെ, സോ ഇനി ഒരു ചെറിയ ക്വസ്റ്റ്യൻ അല്ല, ഒരു ചെറിയൊരു ടോപ്പിക് നോക്കാം. വൈ ഡു മൂൺ ഫേസസ് ഒക്യൂർ? ഇത് എഴുതിയാൽ മതി ആൻസർ. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ എഴുതാൻ പറ്റുന്ന നല്ലൊരു ആൻസർ ആണത്. ദ ഫേസസ് ഓഫ് ദ മൂൺ ഒക്യൂർ ബിക്കോസ് ഓഫ് ദ ചേഞ്ചിങ് റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ സൺ, മൂൺ, എർത്ത് ആസ് ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്. മൂണ് എർത്തിൻ്റെ ചുറ്റും റിവോൾവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സണ്ണും മൂണും എർത്തും തമ്മിലുള്ള റിലേറ്റീവ് പൊസിഷൻ, മൂന്ന് പേരും തമ്മിലുള്ള ഒരു പൊസിഷൻ ഇല്ലേ, അതാണ് റിലേറ്റീവ് പൊസിഷൻ. അതിങ്ങനെ ചേഞ്ച് ആവുന്നത് കൊണ്ടാണ് ഫേസസ് ഓഫ് മൂൺ ഉണ്ടാവുന്നത്. ഓക്കെ, ഫേസസ് എന്ന് പറയുന്നത് എന്താണ്? ആ ബ്രൈറ്റ്നെസ് ഇങ്ങനെ മാറി മാറി വരുന്നത്, അതാണ് ഫേസസ്. അതെന്തുകൊണ്ടുണ്ടാവുന്നു? നമ്മുടെ സണ്ണിങ്ങനെ മൂണിങ്ങനെ റിവോൾവ് ചെയ്യുന്നത് കൊണ്ട് സണ്ണും മൂണും എർത്തും തമ്മിലുള്ള റിലേറ്റീവ് പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ സ്റ്റീവ്? മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്താണ് അവിടെ ഫേസസ് ഒക്യൂർ ചെയ്യുന്നു. ക്വസ്റ്റ്യനും ആൻസറും ക്ലിയർ ആണെങ്കിൽ ഒരു പഞ്ച് സ്റ്റീവിന്റെ ഫേസിൽ. എടാ നീ എന്തിനാ എന്നെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്? അവന്റെ റോൾ മോഡലാണ് ഞാൻ, മനസ്സിലായോ? അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, യെസ്.
എടാ ഇത് നമ്മുടെ ഈ ചാപ്റ്ററിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമുക്ക് അയ്യോ വെയിനിങ് വാക്സിങ് എന്നിട്ടാണ്, അതുപോലെ മൂൺ എവിടെ ഫുൾ മൂൺ വരും, മൂൺ എവിടെ ന്യൂ മൂൺ വരും, ഇങ്ങനത്തെ സംഭവങ്ങൾ, മൂണിൻ്റെ ലൈറ്റ് എങ്ങനെ വരും, ഈ സംഭവങ്ങളൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഓഫ് കോഴ്സ് കൺഫ്യൂസിങ് ആണ്. പക്ഷേ നിങ്ങൾക്ക് അപ്പോഴും അത് മനസ്സിലായി എങ്കിൽ, എനിക്ക് മനസ്സിലായില്ല, ആരാണത്? തനുവാണോ? എല്ലാത്തിനും നമ്മളിങ്ങനെ ആൻസർ ഇങ്ങനെ ലിറ്ററലി ആയിരിക്കും കേട്ടോ, ആൻസർ ഇങ്ങനെ തരും. തനു എവിടെയാണ് മനസ്സിലാവാത്തത്? വിളിച്ചോ. മൂൺ ഫേസ് എങ്ങനെ ഒക്കെ അറിയുന്നുള്ളൂ. മൂൺ ഫേസ് എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായോ? നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മൂൺ ഇങ്ങനെ പല ഷേപ്പിൽ കാണാൻ പറ്റില്ലേ? ക്രസന്റ് ആയിരിക്കും, ഫുൾ മൂൺ ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന്, ശരിക്കും മൂണിന്റെ ഷേപ്പ് വട്ടമാണ്, സ്ഫെറിക്കൽ ഷേപ്പാണ്. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. അതാണ് മൂൺ ഫേസ്. അതെന്താ മാറാനുള്ള റീസൺ? മൂണ് എപ്പോഴും സണ്ണിനെ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ? സണ്ണിനല്ല, എർത്തിന, സോറി, മൂൺ ഇങ്ങനെ എർത്തിനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മൂണും എർത്തും സണ്ണും തമ്മിലുള്ള ആംഗിളില്ലേ, ഇവർ തമ്മിലുള്ള ആംഗിൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇവിടെ വരുമ്പോൾ വേറെ ആംഗിൾ, ഇവിടെ വരുമ്പോൾ വേറെ ആംഗിൾ അല്ലേ? ആംഗിൾ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ആംഗിൾ ചേഞ്ച് ആവുന്നത് കൊണ്ടാണ് ഈ ഫേസസ് ഉണ്ടാവുന്നത്. എപ്പോഴും ഒരൊറ്റ ആംഗിൾ ആണെന്ന് വിചാരിക്കാം. എപ്പോഴും ഒരൊറ്റ ആംഗിൾ ആണെങ്കിൽ നമുക്ക് ഒരൊറ്റ ഷേപ്പിലേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ആംഗിൾ ചേഞ്ച് ആവുന്നു, അതുകൊണ്ട് നമുക്ക് പല ഷേപ്പിൽ കാണുന്നു. ഓക്കെ സോ ഞാൻ പറഞ്ഞു വന്നത്, ഈ ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. പക്ഷേ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ അതെൻ്റെ വിജയമാണ്. ക്ലിയർ ആയെങ്കിൽ മാത്രം ഒന്ന് ഡബിൾ തമ്പ് കാണിച്ചേ, പവറുള്ള ഡബിൾ തമ്പ്. ഓക്കെ ആണോ? ഷേക്കിംഗ് തംസ് സെറ്റ്. ആലിയ ഓക്കെ ആണോടാ? ആലിയ ഓക്കെ ആണെങ്കിൽ ഒന്ന് തംസ് കാണിക്കോ ആലിയ? സമാധാനം. ഓക്കെ, സോ ഈ റീസൺ കൂടി ഒന്ന് ഓർത്ത് വെക്കണം, ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ കൂടി ഒന്ന് പഠിച്ചു വെക്കണം. എഴുതി കഴിഞ്ഞേക്ക് തംസ് കാണിച്ചേ. യെസ്, വെരി ഗുഡ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്, ഇത് ആരാണ്? ഒരു സാറ് വന്നിട്ട് ചോദിക്കുകയാണ് ഈ ഫിഗർ കണ്ടിട്ട്, മിസ്സേ എത്ര എർത്ത് ഉണ്ടെന്ന്, എത്ര എർത്ത്, അതുപോലെ എത്ര സണ്ണ് അല്ലേ? ഇവിടെ ഒരു എർത്ത്, ഇവിടെ ഒരു എർത്ത്, ഇവിടെ ഒരു സണ്ണ്, ഇവിടെ ഒരു സണ്ണ്. ആക്ച്വലി ഇത് വേറെ സ്റ്റിക്കറാണ് കേട്ടോ, അതുകൊണ്ടാണ് രണ്ടെണ്ണമായിട്ട് വന്നത്. ഓക്കെ, സോ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്ലിപ്സ് ആണ്. സോ ഹെഡിങ് എഴുതുക എക്ലിപ്സ്, എക്ലിപ്സസ്, എക്ലിസ്പസ്. അതാരായിരുന്നു നമ്മുടെ താഴെ ഏറ്റവും അറ്റത്ത്? ജീനയാണ് ഇരിക്കുന്നത് വേറെ പോലെ. അൺമ്യൂട്ട് ചെയ്തോടെ ജീന. ജീന ജീന ജിന 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 കിട്ടുന്നില്ല. ഓക്കെ ഫൈൻ. ഓക്കെ, മൂണ് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും മൂണിലോട്ടൊന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇവിടെ നമ്മുടെ ഇവനോട് ചോദിക്കാം, റെഹാനോട് ചോദിക്കാം. റെഹാനെ നിനക്ക് എപ്പോഴെങ്കിലും മൂണിലോട്ട് പോകണം തോന്നിയിട്ടുണ്ടോ? മൂണിൽ എങ്ങനെയായിരിക്കും? ഇപ്പൊ നിനക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റിയോടാ? ഇറങ്ങിക്കേറിയാ നീ? നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. മൂടി പോണോന്ന് വെച്ചപ്പോ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റി. എടാ എന്നാ ഓക്കെ ഞാൻ ഇപ്പൊ എന്തായാലും നീ ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അവൻ എല്ലാത്തിനും ആൻസർ പറയാം, മിടുക്കൻ. ഓക്കെ, സോ ഞാൻ ചോദിക്കാം. MES കോഡ് പറഞ്ഞായിരുന്നു, എന്താണ്? ഓ എടാ മിടുക്ക, അടിപൊളി, സൂപ്പർ. അവൻ നമ്മളെ തോപ്പിച്ചല്ല. നീ ഇനി ആഘോഷിച്ചോ. ആ കോഡ് കിട്ടിയാലോ, എനിക്ക് അത് മതി. ഓക്കെ, യെസ്. സോ ഇനി ഈ എക്ലിപ്സ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, നമുക്ക് ഈ ഒരു കോഡ് വെച്ചിട്ട് തന്നെയാണ് പഠിക്കാനുള്ളത് കേട്ടോ. സോ എക്ലിപ്സസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു സെലസ്റ്റിയൽ ബോഡി, ചിലപ്പോൾ മൂണായിരിക്കാം, സണ്ണായിരിക്കാം, എർത്തായിരിക്കാം, ആരെങ്കിലും ആവട്ടെ, ഒരു സെലസ്റ്റിയൽ ബോഡി വേറൊരു സെലസ്റ്റിയൽ ബോഡിയിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്, നിങ്ങൾ അവരെ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നതിനെയാണ് നമ്മൾ എക്ലിപ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് ഓരോരുത്തർ ആരാണോ മറഞ്ഞു നിൽക്കുന്നത് അതനുസരിച്ച് അവരുടെ പേര് മാറും. ഓക്കെ ആണോ? എക്ലിപ്സ് എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, ഒരു സെലസ്റ്റിയൽ ബോഡി വേറെ സെലസ്റ്റിയൽ ബോഡിയിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കും, ഒരു ഷീൽഡ് പോലെ കവർ ചെയ്ത് നിൽക്കും.
ഇതിനെയാണ് എക്ലിപ്സ് ചെയ്യുക എന്ന് പറയുന്നത്. എക്ലിപ്സിൻ്റെ മീനിങ് അതാണ്. ഓക്കെ, ഷീൽഡ് ചെയ്യുന്നു, കവർ ചെയ്യുന്നു. ഓക്കെ ആണെങ്കിൽ തംസ് കാണിച്ചേ. എക്ലിപ്സിൻ്റെ മീനിങ് മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളതാണ് സോളാർ എക്ലിപ്സ്. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? സോളാർ എക്ലിപ്സ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ എന്തിലാണ് നോക്കുന്നത് മിസ്സേ? സോളാർ എക്ലിപ്സ് എക്സ്റേ കൂടെ നോക്കുന്നത്. എക്സ്റേ കൂടെ നമുക്ക് നേരെ കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ല എന്ന് പറയും. ഓക്കെ, കണ്ണിന് നല്ലതല്ല, ഭയങ്കര ബ്രൈറ്റ്നസ് ആയിരിക്കുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അത് കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ നോക്കാം? അതായത് ഡയറക്റ്റ് ആയിട്ട് നോക്കാൻ പാടില്ല, എക്സ്റേ വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചിട്ടൊക്കെ നോക്കാനായിട്ട് പറയും. ഓക്കെ, സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത് ഒന്നുമില്ല. എ സോളാർ എക്ലിപ്സ് ഒക്യൂസ് വെൻ ദ മൂൺ എക്ലിപ്സസ് ദ സൺ. മൂൺ എന്തിനാ? സണ്ണിനെ എക്ലിപ്സ് ചെയ്യുന്നു. അതായത് മൂണ് സണ്ണിന് ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. ഓക്കെ, മറഞ്ഞിങ്ങനെ എർത്തിന് സണ്ണിനെ കാണാൻ പറ്റാത്ത രീതിക്ക് മൂണ് സണ്ണിനെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ദിസ് ഈസ് വാട്ട് വി കോൾ എ സോളാർ എക്ലിപ്സ്. മനസ്സിലായെങ്കിൽ തംസ്. ഓക്കെ, ഒന്ന് വേഗം എഴുതാം, എന്നിട്ട് നമുക്ക് അത് എക്സ്പ്ലനേഷൻ പഠിക്കാം. എടാ, സോളാർ എക്ലിപ്സ് ഒക്കെ വർഷത്തിൽ 2-3 പ്രാവശ്യം സംഭവിക്കുള്ളൂടാ, ഇടക്കിടക്ക് കാണാൻ പറ്റില്ല നമുക്ക്. മിസ് ഒന്ന് ചെക്ക് ചെയ്തേ, സോളാർ എക്ലിപ്സ് നമുക്ക് ഈ വർഷം എന്നായിരുന്നു ഉള്ളത്? മിസ് ഇപ്പോൾ പറഞ്ഞുതരും കേട്ടോ, ഇന്നലെ ആയിരുന്നെങ്കിലാ. അതെ, ഓക്കെ. കാഴ്ചയിൽ ഇത് എങ്ങനെ ഇരിക്കും? പകലാണ് കേട്ടോ കാണാൻ പറ്റാം, പകലല്ലേ സണ്ണുള്ളത്. സോ പകലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ നമുക്ക് മൂണിനെ നോക്കുമ്പോൾ നമ്മുടെ സണ്ണിനെ നോക്കുമ്പോൾ സണ്ണിന്റെ ലൈറ്റ് നമുക്ക് മോർണിംഗ് സണ്ണിനെ നോക്കുമ്പോൾ പകല് നമുക്ക് ഡേ ടൈം എപ്പോഴും സണ്ണിന്റെ ലൈറ്റ് നമുക്ക് വരില്ലേ. പക്ഷേ ഒരു പ്രത്യേക ദിവസം മൂണ് വന്ന് സണ്ണിനെ മറഞ്ഞു നിൽക്കും, സണ്ണിനെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കും, അല്ലെങ്കിൽ എക്ലിപ്സ് ചെയ്ത് നിൽക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോളാർ എക്ലിപ്സ്. ആരെയാണോ കവർ ചെയ്യുന്നത് അവരുടെ പേര് വെച്ചിട്ടായിരിക്കും എക്ലിപ്സിന്റെ പേര് വരാം കേട്ടോ. ഇവിടെ നമ്മൾ ആരെയാണ് കവർ ചെയ്തത്? സണ്ണിനെയാണ് കവർ ചെയ്ത് വെച്ചത്, സണ്ണിനെ കാണണ്ട. അപ്പൊ ആരെയാണോ കവർ ചെയ്യുന്നത് അവരെ വെച്ചിട്ടായിരിക്കും പേര് വരുന്നത്. ഇവിടെ മൂണ് വന്ന് കവർ ചെയ്തത് സണ്ണിനെയാണ്. സോ സണ്ണിന്റെ പേര് വെച്ചിട്ടാണ് നമ്മൾ പേര് കൊടുത്തത് സോളാർ എക്ലിപ്സ്. ദിസ് മീൻസ് ദാറ്റ് ദ മൂൺ കംസ് ഇൻ ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മൂണ് സണ്ണിന്റെയും എർത്തിന്റെയും ഇടയിൽ വരും. ഓക്കെ, ഇതാണ് മൂണ് അല്ലേ. അപ്പൊ എർത്തിന് നമ്മുടെ സണ്ണിനെ കാണാൻ പറ്റൂല അല്ലേ. സണ്ണിന് ഇങ്ങനെ മൂണിങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കുന്ന ആൾക്ക് എന്താണ്? സണ്ണിനെ കാണാൻ പറ്റില്ല, കാരണം നമ്മുടെ മൂണ് വന്നിങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ നമുക്ക് EMS ആണ് കേട്ടോ, EMS ആണ്. അതായത് ന്യൂ മൂൺ ഉള്ള ദിവസമാണ് നമുക്ക് സോളാർ എക്ലിപ്സ് കാണാൻ പറ്റുക അല്ലേ. EMS എന്ന് പറയുന്നത് എന്താണ്? ന്യൂ മൂൺ ആണ്. ന്യൂ മൂൺ ഉള്ള ദിവസം മാത്രമേ നമുക്ക് സോളാർ എക്ലിപ്സ് കാണാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് തംസ് കാണിച്ചേ. കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഋഷിക ഓക്കെ ആണോ? ആ ചിരിയിൽ എന്തോ ഒരു പന്തികേട്, ഇവിടെ എന്തോ ഒരു തകരാറുള്ള പോലെ. ഫിഗർ കാണിക്കാം, ഫിഗർ കാണിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇപ്പം ചിലപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷെ ഫിഗർ വരുമ്പോഴേക്കും മനസ്സിലാവും കേട്ടോ. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത് നമ്മൾ സണ്ണിനെയാണ് കവർ ചെയ്ത് പിടിക്കുന്നത്. വെയിറ്റ്, സണ്ണിനെയാണ് കവർ ചെയ്ത് പിടിക്കുന്നത്. ഓക്കെ, ആരാണ് വന്ന് കവർ ചെയ്യുന്നത്? മൂണ് വന്ന് കവർ ചെയ്യും. കാരണം എന്താണ്? ഈ ഒരു ഓർഡർ പഠിച്ചു വെച്ചാൽ മതി. EMS ന്യൂ മൂൺ ഉള്ള ഡേ ആയിരിക്കും സോളാർ എക്ലിപ്സ് വരുന്നത്. കാരണം അപ്പോഴാണ് മൂണ് വന്ന് സണ്ണിനെ കവർ ചെയ്യുന്നത് അല്ലേ. മൂണ് വന്ന് സണ്ണിനെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണ്. എർത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റരുത്. ഓക്കെ, thereby blocking the sun and preventing any sunlight from reaching us. അപ്പോൾ സണ്ണിനെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് സൺലൈറ്റ് ഒന്നും എർത്തിൽ വരാത്ത രീതിക്ക് പ്രിവെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. അയ്യോ, ഒരു വീഡിയോ ഉണ്ടായല്ലോ, അത് പോയാ? അയ്യോ, അത് പോയി. ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഗൈസ്, കാണാനില്ല കേട്ടോ, സോറി കേട്ടോ. സോളാർ എക്ലിപ്സ് കാണുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, സാരമില്ല പോട്ടെ. ടർക്കിയിലും കണ്ടായിരുന്നു, ടർക്കിയിൽ എവിടെയോ സോളാർ എക്ലിപ്സ് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, സാരമില്ല പോട്ടെ. സോ ഇത്രയും കാര്യം മനസ്സിലായി. സോളാർ എക്ലിപ്സ് എപ്പോഴാണ് ഉണ്ടാവുന്നത്, എവിടെയായിരിക്കും നമ്മുടെ സണ്ണിൻ്റെയും മൂണിൻ്റെയൊക്കെ പൊസിഷൻ, എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഇത്രയും കാര്യം ക്ലിയർ ആണെങ്കിൽ മാത്രം ഒന്ന് കാർത്തിക് സൂപ്പർബ് സൂപ്പർബ്
അടിപൊളി അടിപൊളി. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്തൊരു എക്ലിപ്സ് നോക്കാം. ദാറ്റ് ഈസ് ലൂണാർ എക്ലിപ്സ്. ലൂണാർ എന്ന് പറയുന്നത്, ലൂണാറിൻ്റെ മീനിങ് എന്താണെന്ന് അറിയാം? ചെരുപ്പല്ല കേട്ടോ. ലൂണാർ ചെരുപ്പ് ഉണ്ടായിരുന്നില്ലേ പണ്ട്? ഇല്ലേ? ലൂണയാണോ? ലൂണാറില്ല, ലൂണയാണല്ലേ? ഓക്കെ, സോറി. അത് ലൂണ വണ്ടിയല്ലേ? അല്ലേ? ലൂണ എന്ന് പറയുന്ന ഒരു വണ്ടിയില്ലേ? ഉണ്ടെങ്കിൽ ടാറ്റാൻസേ? എനിക്കറിയില്ല. എന്തെങ്കിലോട്ടെ. ലൂണാർ എന്ന് ഉദ്ദേശിക്കുന്ന മൂണാണ്. അപ്പോൾ ഇവിടെ ആരെയായിരിക്കും നമ്മൾ കവർ ചെയ്ത് വെക്കുന്നത്? ആരെയായിരിക്കും കവർ ചെയ്ത് വെക്കുന്നത്? അറിയാവുന്നവരൊക്കെ ഒന്ന് വേവ് ചെയ്തേ. ഇവിടെ ആരായിരിക്കും മറഞ്ഞിരിക്കുക, കാണാണ്ട് ഒളിച്ചിരിക്കുന്നത്? ആരായിരിക്കും? വിളിച്ചോ. പേരാർക്കാണോ ആളുടെ പേരിലായിരിക്കും, എന്താണ്, ആരാണോ മറഞ്ഞിരിക്കുന്നത് അവരുടെ പേരിലായിരിക്കും ആ എക്ലിപ്സിന്റെ പേര് വരുന്നത്. ആരായിരിക്കും ഇവിടെ മറഞ്ഞിരിക്കുക? ടഫ് ക്വസ്റ്റ്യൻ. അൻവിതയാണോ മറഞ്ഞിരിക്കുന്നത്? വെളിച്ചത്തേക്ക് വരൂ. ആരായിരിക്കും ഇവിടെ പിന്നിലോട്ട് പോകുന്നത് അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നത്? മൂണായിരിക്കും മറഞ്ഞിരിക്കുന്നത്. ആരായിരിക്കും എന്നറിയോ മൂണിനെ മറഞ്ഞിരിക്കുന്നത്? മൂണിന്റെ മുന്നിൽ വന്നിങ്ങനെ ഷീൽഡായിട്ട് നിൽക്കുന്ന ആരായിരിക്കും അറിയോ? നമ്മുടെ എർത്താണ്. ഓക്കെ, എ ലൂണാർ എക്ലിപ്സ് ഒക്യൂസ് വെൻ എർത്ത് എക്ലിപ്സസ് ദ മൂൺ. എർത്ത് മൂണിനെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുമ്പോഴാണ് ലൂണാർ എക്ലിപ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, വെൻ എർത്ത് എക്ലിപ്സസ് ദ മൂൺ. ഓക്കെ, ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് കംസ് ഇൻ ബിറ്റ്വീൻ സൺ ആൻഡ് മൂൺ. നമുക്കിനി MES നോക്കാം. ഫുൾ മൂൺ ഡേ കണ്ട. എർത്ത് എന്ത് ചെയ്യുന്നു? സണ്ണിൻ്റെയും മൂണിൻ്റെയും ഇടയിൽ വരുന്നു. അതായത് സണ്ണിൽ നിന്നുള്ള ലൈറ്റ് ഒന്നും മൂണിലോട്ട് വരാത്ത രീതിക്ക് എർത്ത് മൂണിനെ കവർ ചെയ്ത് നിൽക്കും, എക്ലിപ്സ് ചെയ്ത് നിൽക്കും. ദിസ് ഈസ് വാട്ട് വി കോൾ എ ലൂണാർ എക്ലിപ്സ്. അപ്പോൾ ഫുൾ മൂൺ ഡേ ലൂണാർ എക്ലിപ്സ്, ന്യൂ മൂൺ ഡേ സോളാർ എക്ലിപ്സ്. പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ മാത്രം ഇതിങ്ങനെ യെസ് വി ഗോട്ട് ഇറ്റ് മിസ്, വി ഗോട്ട് ഇറ്റ്. പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഇങ്ങനെ കേട്ടോ. ഫുൾ മൂൺ ഡേയിൽ നമുക്ക് വരുന്നത് ലൂണാർ എക്ലിപ്സ്, ന്യൂ മൂൺ ഡേയിൽ വരുന്നത് സോളാർ എക്ലിപ്സ് കേട്ടോ. MES ലൂണാർ, നടുക്ക് വരുന്നത് എർത്ത്, മൂണിനെയാണ് കവർ ചെയ്യുന്നത്. EMS സോളാർ, നടുക്ക് വരുന്നത് മൂണ്, സണ്ണിനെയാണ് കവർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതാ എറിക്ക ഓക്കെ അല്ലേടാ? ഓക്കെ, ഇതും കാണാനിത് എങ്ങനെയൊക്കെ ഇരിക്കും? രാത്രി ആയിരിക്കും കാണുന്നത് കേട്ടോ. ഇത് രാത്രി ആയിരിക്കും കാണുന്നത്, കാരണം മൂണിനെ കവർ ചെയ്യുന്ന കാര്യമല്ല നമ്മളിവിടെ കാണുന്നത്. സോ രാത്രി ആയിരിക്കും മൂണിനെ പറ്റി കൂടുതൽ കാണാൻ പറ്റുക. മറ്റേത് സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത് സണ്ണിനെ കവർ ചെയ്യുന്നതല്ലേ. സോ സണ്ണിൻ്റെ കാര്യം ആയതുകൊണ്ട് നമുക്ക് മോർണിംഗ് ആയിരിക്കും കാണാൻ പറ്റുക. ഇനി ആ ഫിഗർ, നല്ല അടിപൊളി ഫിഗർ കാണിച്ചു തരാം. ഓക്കെ, സോളാർ എക്ലിപ്സ് തിരിച്ചാണല്ലോ EMS എഴുതി വെച്ചാണ്. ഇവർ എന്ത് പണിയാണ് കാണിച്ചത്? ദേ EMS ഇങ്ങോട്ട് വേണം കേട്ടോ വായിക്കാനായിട്ട്. സോളാർ എക്ലിപ്സ് EMS ആണ്, ന്യൂ മൂൺ ഡേ ആയിരിക്കും വരുന്നത്. ലൂണാർ എക്ലിപ്സ് MES തിരിച്ച് വേണം വായിക്കാൻ. ഫിഗറേ തിരിഞ്ഞു പോയി, അതുകൊണ്ടാണ്, കുഴപ്പമില്ല. ഫുൾ മൂൺ ഡേ ആയിരിക്കുള്ളൂ വരുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ആരെയാണ് കവർ ചെയ്തത്? നമ്മുടെ സണ്ണിന് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ മൂണ്. അപ്പോൾ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ സണ്ണിനെ പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല. ഇവിടെ സൺലൈറ്റിനെ കൊടുക്കാത്ത രീതിക്ക് നമ്മുടെ എർത്ത് മൂണിനെ കവർ ചെയ്ത് നിൽക്കുകയാണ്. ആരാണോ മറയിൽ നിൽക്കുന്നത്, ആരെയാണോ നമ്മൾ കവർ ചെയ്യുന്നത്, അവരുടെ പേരിലായിരിക്കും നമ്മൾ എക്ലിപ്സിന് പേര് കൊടുക്കുക. ഇവിടെ നമ്മൾ സണ്ണിനെ കവർ ചെയ്യുന്നതുകൊണ്ട് സോളാർ എക്ലിപ്സ്, ഇവിടെ നമ്മൾ മൂണിനെ കവർ ചെയ്യുന്നതുകൊണ്ട് അത് ലൂണാർ എക്ലിപ്സ്. എക്ലിപ്സ് ഓക്കെയാണ്, എക്ലിപ്സ് ഓക്കെയാണ്, സെറ്റ് ആണെങ്കിൽ മാത്രം ക്ലാപ്പ്. എക്ലിപ്സ് കംപ്ലീറ്റ് ഓക്കെയാണ്, സെറ്റാണ്, വേറെ ഡൗട്ടൊന്നുമില്ല. ഓക്കെ, ഈ എക്ലിപ്സ് വെച്ചിട്ടായിരിക്കുള്ളൂ ഇനി. ഓക്കെ, എക്ലിപ്സ് വെച്ചിട്ടായിരിക്കുള്ളൂ നമ്മൾ ഇനി ബാക്കി പഠിക്കാൻ പോകുന്നത്. പക്ഷേ ഇനി ബാക്കി പഠിക്കണം എന്നാണെങ്കിൽ തംസ്, അല്ല മിസ്സേ വേണ്ട മിസ്സേ, ടയർഡായി മിസ്സേ, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്തിരുന്നാൽ പോരെ മിസ്സേ, അങ്ങനെയാണെങ്കിൽ തംസ് ഡൗൺ. പഠിക്കണമെങ്കിൽ തംസ് അപ്പ്. എന്ത് വേണം? ഇതവിടെ പഠിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ കുറേ പേര്. അവർക്ക് വേണ്ടി പഠിക്കണോ അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇതെന്താണ് ഇത്? ഋഗ്വേദേ, ഇതെന്താണിത്? എനിക്ക് പഠിച്ചാലും ഓക്കെയാണ്, പഠിച്ചില്ലെങ്കിലും ഓക്കെയാണ്, ഞാൻ ഇവിടെ ശ്രദ്ധിക്കണമൊന്നുമില്ലാന്ന്. അങ്ങനെയാണോടാ? അല്ലല്ലോ, ടാസ്ക് അമ്പടോ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഇപ്പം നമ്മൾ ഇത്രയും പഠിച്ചല്ലോ,
ഈ പഠിച്ചതിൽ നിന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ ടാസ്ക് ആവാം. ഓക്കെ, ഇതിൽ നമുക്ക് ഗേൾസ് ബോയ്സ് കോമ്പറ്റീഷൻ ഒന്നും വേണ്ട. ഞാൻ റാൻഡം ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചെന്നോട് എന്തെങ്കിലും കുസൃതി ചോദ്യമൊക്കെ ചോദിക്കാം കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ചെറിയ കുസൃതി ചോദ്യം, ചെറിയ ടാസ്ക് എനിക്ക് തിരിച്ചു തരാം, ചാലഞ്ച് പോലെ. ഓക്കെ, യെസ്, കോൾ. കാർത്തിക്. അയ്യോ, എടാ ജാൻ 10th ഫുൾ മൂൺ. ആ മന്ത് എപ്പോഴായിരിക്കും ന്യൂ മൂൺ? ജാൻ 10th ഫുൾ മൂൺ. വെരി ഗുഡ്. അപ്പൊ നമ്മൾ ആൻസർ എഴുതുമ്പോഴേ 24th or 25th കൊടുത്തോട്ടോ. ഞാൻ 14 ദിവസം എഴുതിക്കൊണ്ടിരിക്കുന്നു 10 കഴിഞ്ഞിട്ട്. എടാ 10 അല്ലേടാ, അപ്പൊ നേരെ എന്താ പറയാ, ഒരു അതന്നെ നേരെ കിടക്കല്ലേടാ 24 അല്ലെങ്കിൽ 25. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിപ്പോ എന്നാലും മാത്രം തൊട്ടാടോ ഉള്ളത്. വാട്ടെവർ, ആൻസർ കറക്റ്റ് ആയി. നിനക്ക് എന്നോട് തിരിച്ചെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. ഓ മിടുക്കൻ, ഇങ്ങനെ വേണം. ആ, അടുത്ത ആള്. ആരാണ്? സ്റ്റീവ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ഗുഡ് നൈറ്റ്. ബൈ. എടാ EMSല് ഫുൾ മൂൺ ആണോ ന്യൂ മൂൺ ആണോ? എന്താ? ഏതാണെങ്കിലും EMSന് അത് ഫുൾ മൂൺ ആണോ ന്യൂ മൂൺ ആണോ? ഏതാണ്? ന്യൂ മൂൺ. ആ ഓക്കെ, ഫൈൻ ന്യൂ മൂൺ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ക്ലിപ്സിന്റെ ഇമേജ് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു സാധനം കണ്ടു നോക്കിയേ. ഈ ക്ലിപ്സിന്റെ 2 ഇമേജ് മാറ്റി കഴിഞ്ഞ ഒരു സാധനം കാണാൻ പറ്റും. ഇവിടെ ഇന്ത്യ കണ്ട, ഇന്ത്യയിലെ അപ്പുറത്തെ സാധനം കണ്ട വെള്ളക്കളർ ഇതല്ലേ? കുറച്ച് മാസം 2 മാസങ്ങളുടെ മുമ്പ് ബംഗാളിലെ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായിരുന്നില്ലേ കുറച്ചാൾ മുമ്പ്? അതാണ് അത് ഇമേജ്. 2 മാസം മുമ്പല്ലേ? പക്ഷെ ഈ ഇമേജ് ഗൂഗിളിൽ നിന്ന് എടുക്കുമ്പോ അവർ പറഞ്ഞത് ആ ഇമേജ് ജനറേറ്റ് ചെയ്തിട്ട് 1.5 വർഷമായി എന്നാണ്. അപ്പൊ എനിക്കറിയില്ല, ഞാൻ ഇങ്ങനത്തെ സാധനം കണ്ടായിരുന്നു. കാരണം ന്യൂസിൽ മേ ബി നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോ അത് സൈക്ലോൺ ആയിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടിയ ഒരു ഇമേജ് ആയിരിക്കും സൈക്ലോൺ. ഞാൻ പറഞ്ഞതോ? ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞാണ്, നീ പറഞ്ഞതും വെറുതെ പറഞ്ഞാണ്. ഓക്കേടാ, ചിലപ്പോ ആയിരിക്കും, അറിയില്ല കേട്ടോ. ബംഗാളിൽ എന്തായാലും വന്നായിരുന്നു അത്. ബംഗാളിലൊക്കെ. ഓക്കെ, യെസ്, ഫൈൻ. സോ നമുക്ക് ഒരാളോട് ചോദിക്കാം. മിസ് പ്ലീസ്. കോനായേഗാ? ഹന്ന. വെയിനിങ് പീരീഡും വാക്സിൻ പീരീഡും എത്രയാണ്? എത്ര ഡേയ്സ് ആണ്? 14 days. ഓക്കെ, വെരി ഗുഡ്. അല്ലെങ്കിൽ 2 weeks. വെരി ഗുഡ്. സോ ഇനി നമുക്ക് സ്വസ്ഥമായിട്ട് എക്സാം എഴുതാലോ മിസ്സേ? ഹാപ്പി അല്ലേ? നിങ്ങൾ ഹാപ്പി അല്ലേ? ഇന്നത്തെ ടോപ്പിക് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ. ഇന്നത്തെ ടോപ്പിക്സ് സൂപ്പർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ടഫ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ. മിസ്സേ കഴിഞ്ഞു മിസ്സേ. ഓക്കെ, സൂപ്പർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ. ഇത് ഒരാളത് എടാ നീ എന്താ ഇങ്ങനെ? ബട്ട് വൈ? കുറച്ച് പേര് ഇങ്ങനെ പകുതിയിലൊക്കെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമുക്ക് എക്സാം എഴുതാം. സോ എല്ലാവരും മൂൺ ഈസ് സ്മോളർ ദാൻ ദ എർത്ത്. ഓക്കെ, നോ.
സ്ട്രെയിറ്റ് ലൈൻ അത് ഞാൻ പറഞ്ഞുതരാം, അടുത്ത ക്ലാസ്സിലേക്ക് ആകുമ്പോഴേക്കും പറഞ്ഞുതരാം. അത് സ്ട്രെയിറ്റ് ലൈനിൽ വരുമ്പോഴാണ് അങ്ങനെ കവർ ചെയ്യുന്നത് കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാം. സോ എല്ലാവരും വേഗം തന്നെ അറേഞ്ച്മെൻറ്റ്സ് പ്രോപ്പർ ആക്കാം, പേരൻസിനെ വിളിച്ച് അടുത്തിരുത്താം. വേഗം ആവട്ടെ.